ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതിയെ ശ്രീ ഡോക്ടർ ദിവാകരൻ സാർ നമുക്ക് പരിചയപ്പെടുത്തുന്നു. യോഗീന്ദ്രാണാം തതംഗേഷഗതി മധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥാ തേ പാദമൂലം ചിത്യം ചിത്തസ്ഥിതം മേ ഗുരുപവനപുരേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷപാപാൻ പതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂഹവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാദം ഗുഹം സദാഹം ശരണം പ്രബധ്യേ സർവജ്ഞ സദ്ഗുരു ഗുരുവത്മന ആഭാതി പരമം വ്യോമി പരിപൂർണകലാനിധി. നരരൂപം ധരിച്ചോരു പരമാത്മസ്വരൂപനാം നാരായണ ഗുരുത്തംസം സാഷ്ടാംഗം പ്രണമിച്ചിടാം. എൻ്റെ ഗുരുനാഥൻ ജയൻ സാറ്, സതീർത്ഥരെ, ശകലം ടെൻഷനുണ്ട് എനിക്ക്. കാരണം ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം ജനനി നവരത്ന മഞ്ജരി എന്ന ഈ കൃതി തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു 9 ശ്ലോകമല്ലേ ഉള്ളൂ, ഗുരുനാഥൻ ദൈവദേശം എടുത്തോളം പറഞ്ഞതാണ് വേണമെങ്കിൽ, അതാകുമ്പോൾ 100 ഉണ്ട്, ഈ 9 നമുക്ക് രക്ഷപ്പെടാം എന്നൊരു എന്താ പറയുക ഒരു വ്യാമോഹം ഉണ്ടായിരുന്നു. അതത്ര ശരിയായിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എനിവേ 1912 ശാരദാ പ്രതിഷ്ഠ നടക്കുമ്പോൾ വർക്കലയിൽ ശിവഗിരിയിൽ അതിൻ്റെ തറക്കല്ലിനോടനുബന്ധിച്ചോ അതോ അല്ലാതെ ഒരു അഭിപ്രായമുണ്ട്. ശാരദാ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഋഷീശ്വരനായ ഗുരുനാഥൻ സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ ആ ശാരദാവിലാസത്തിൽ ലയിച്ചിരിക്കുമ്പോൾ അതങ്ങനെയൊക്കെ പറയാമോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന ഒരു ഋഷീശ്വരനെ ആ ഒരു പർട്ടിക്കുലർ സന്ദർഭത്തിൽ അങ്ങനെ പറയാമോ? എനിവേ വ്യാഖ്യാതാക്കൾ അങ്ങനെയാണ് പറയുന്നത്. കാര്യങ്ങൾ അറിയുന്നവരും നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വ്യാഖ്യാതാക്കൾ പറയുന്നത് ആ ഒരു ശാരദാവിലാസം അതിൻ്റെ ഒരു വലിയ പ്രഭാവം ഗുരുദേവൻ്റെ ഈ കൃതിയിൽ കാണാം എന്നാണ്. 9 മഞ്ജരികൾ പൂക്കുലകളോടുകൂടി ശാരദാദേവിയെ സ്തുതിച്ചുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള ഈ ഗ്രന്ഥം വളരെയേറെ ആളുകൾ വ്യാഖ്യാനിക്കുകയും വളരെ പ്രഗത്ഭവതികളായിട്ടുള്ള ആൾക്കാർ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ശ്രമം എന്ന് പറയുന്നത്, സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്, പ്രതീക്ഷു ദുസ്തരം മോഹാത് ഉടുപേനസ്മി സാഗരം. ചാളത്തരിയയിൽ ഇന്ത്യൻ മഹാസമുദ്രം കടക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും? അത്തരം ഒരു ശ്രമമായിരിക്കും എൻ്റെ പക്ഷത്തു നിന്ന് ഉണ്ടാകാൻ പോവുക എന്ന് വിചാരിച്ചേക്കുക. പിന്നെ എനിക്കുള്ള ധൈര്യം എൻ്റെ ഗുരുനാഥൻ എൻ്റെ മുമ്പിലുണ്ട്, പിന്നെ എൻ്റെ സതീർത്ഥനോടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിവേ, ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതൻ മതിമറൻ അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണുവലയും എന്നാശയങ്കതി പെറും നാദഭൂമിയിലമർന്നാവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാറിടുന്നു ജനനീ. ഇത് സാധാരണക്കാരനായ ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയല്ല. ആദ്യം നമ്മൾ അത് തന്നെ ധരിക്കണം. ധനധാന്യങ്ങളോ അല്ലെങ്കിൽ ഐശ്വര്യമോ സമൃദ്ധിയോ ചോദിക്കുന്ന, തരണം ഞങ്ങൾക്ക് മേൽക്കുമേൽ ഐശ്വര്യം എന്നൊക്കെ പറയുന്ന ആ പ്രാർത്ഥനയല്ലിത്. ഇത് മുമുക്ഷുവായിട്ടുള്ള, സത്യാന്വേഷിയായിട്ടുള്ള, ജിജ്ഞാസുവായിട്ടുള്ള ഒരു ഉപാസകൻ്റെ പ്രാർത്ഥനയാണ്. ഉപാസകൻ ഒരിക്കലും ധനധാന്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ല ചോദിക്കുക. ജിജ്ഞാസു അല്ലെങ്കിൽ മുമുക്ഷു മോക്ഷാർത്ഥിയാണ്. മോക്ഷത്തെ മാത്രമേ അദ്ദേഹം പ്രാർത്ഥിക്കൂ. ഗുരുനാഥൻ നമ്മളോട് എപ്പോഴും പറയാറുണ്ട്, ഗുരുകുലം മോക്ഷത്തിന് വേണ്ടി, മോക്ഷപ്രാപ്തി അന്വേഷിക്കുന്ന ആളുകൾക്കുള്ളതാണ്, അല്ലെങ്കിൽ ആത്മജ്ഞാനം അന്വേഷിക്കുന്ന സത്യാന്വേഷികൾക്കുള്ളതാണ് എന്ന്. അങ്ങനെ സത്യം കണ്ടുപിടിച്ച് അതിൻ്റെ മറുകരയെത്തി ആ ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന, ആ അനുഭൂതി വിശേഷം ബാക്കിയുള്ളവർക്കും പകർന്നു കൊടുക്കാൻ പര്യാപ്തനായിരിക്കുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഉപാസകരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് ഞാൻ പറയാതെ അറിയാം. അപ്പോൾ അത്തരം ഒരു അനുഭൂതി വിശേഷം ഈ കൃതിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഒന്നായ മാമതി, നമുക്ക് പദം പിരിച്ചു നോക്കാം. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപിടി വന്നു.
ഫലം ആശു തന്മതി മറച്ചു, അന്നാദിയൽ പ്രിയമുയർന്നു, ആടലാങ്കടലിലൊന്നായി വീണു വലയും. എന്നാശയങ്കതി പെറുന്നാദഭൂമിയിൽ അമർന്നാവിലാഭ പടരും, ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്നാറിടുന്നു ജനനി. ഈ ത്രിപുടി എന്ന് പറയുന്ന മായയുടെ ഈ പ്രതിഭാസം എന്നാണ് അവിടുത്തെ ചിന്നാഭിയിൽ, നമുക്ക് ആ വാക്കുകളിലേക്ക് വരാം, കലർന്ന് എല്ലാം ശമിച്ച് ശാന്തമാകുന്നതെപ്പോൾ എന്നാണ് ഗുരുദേവൻ ചോദിക്കുന്നത്. ഒന്നായ മാമതി. എന്താണ് ഈ ഒന്നായ മാമതി? അഖണ്ഡമായ ബോധം. നമ്മുടെ ഗുരുനാഥൻ എപ്പോഴും പറയാറുള്ള അഖണ്ഡമായ ബോധം. ആ ബോധത്തിൽ നിന്ന് 1000 ത്രിപുടി വന്നു. ത്രിപുടി എന്ന വാക്കിനർത്ഥം 3 പുടങ്ങളോട് കൂടിയത് എന്നാണ്, 3 ദലങ്ങളോട് കൂടിയത്. എല്ലാ അനുഭവങ്ങളും 3 ദലങ്ങളോട് കൂടിയതാണ്. എങ്ങനെയാണത് കാണുക? വേദാന്തത്തിൽ ഇത് ജസ്റ്റ് ഒരു ബുക്കാണ്. ഇതിനകത്ത് നമ്മൾ ഇതിനെ കാണുന്നത് 3 ഘടകങ്ങളോട് കൂടിയാണ് എപ്പോഴും. ഒന്ന്, ഒരു ബുക്ക് ഉണ്ടാവുമല്ലോ. 2, ഇത് കാണുന്ന ഞാൻ ഉണ്ടാവുമല്ലോ. ഇത് ബുക്കാണ് എന്നുള്ള അറിവുണ്ടാവുമല്ലോ. എല്ലാ അനുഭവങ്ങളും ഇങ്ങനെയാണ്. കേൾക്കുക, കേൾക്കുന്ന ഒരാളുണ്ടാവും, ഒരു കേൾവി ഉണ്ടാവും, കേൾക്കപ്പെടുന്ന ഒരു വസ്തു ഉണ്ടാവും. രുചിക്കുക, രുചിക്കുന്ന ഒരാളുണ്ടാവും, രുചി എന്ന അറിവുണ്ടാവും, രുചിക്കപ്പെടുന്ന ഒരു വസ്തു ഉണ്ടാവും. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ലോകത്തിലെ മുഴുവൻ അനുഭവങ്ങളെയും ഈ ത്രിപുടിയിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ ത്രിപുടി വന്നു. എങ്ങനെ വന്നു അത് ചോദിച്ചേക്കരുത്. കാരണം അകാരണ ഉപായന്തി സർവജീവാത് പരാത്പരം. അകാരണം, കാരണം നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ അങ്ങനെ സംഭവിച്ചു. എങ്ങനെ പ്രപഞ്ച സൃഷ്ടി ഉണ്ടായി? സംഭവിച്ചു. സർവജീവാത് പരാതരം, കാരണമായ മായയാണെന്നാണ് പറയണത്. മായ നമുക്ക് പിന്നീട് അതിനെ വിശദമായിട്ട് പറയാം. ഈ ജീവാത്മാക്കളും അല്ലെങ്കിൽ ഭക്തരും ത്രിപുടി പോലുള്ള അനുഭവങ്ങളും പരാപരത്തിലുണ്ടായപ്പോൾ അതുണ്ടാകാൻ കാരണം മായയാണ്. ബ്രഹ്മൈകദേശസ്ഥമായ മായ എന്ന് ചട്ടമ്പി സ്വാമിയുടെ ശരീര സത്യ സംഗ്രഹത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മത്തോട് കൂടി നിൽക്കുന്നതാണ്. അത് അനന്യയാണ്, അവിഛിന്നയാണ്, അങ്ങനെ അഭേദയാണ്. അതിനകത്തുനിന്ന് ഭേദത്തോട് രണ്ടാമത് കാണാൻ പറ്റില്ല. എങ്ങനെ എന്ന് സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുന്നത്, മൺകുടം ഉണ്ടാക്കുന്നയാൾ, മൺകുടത്തിലെ മണ്ണിന് ഈ കുടമാകാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ മൺകുടം ഉണ്ടാക്കാൻ പറ്റുന്നത്. ആ കുടമാകാനുള്ള കഴിവിനെയാണ് മായ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ കുടത്തിന്റെ മണ്ണിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല. അഭിന്ന, അഭേദ, അത് അതിനോടൊപ്പം തന്നെയാണ്, ബ്രഹ്മൈകദേശസ്ഥമായി തന്നെയാണ് നിലനിൽക്കുന്നത്. അതെങ്ങനെയുണ്ടായി? അകാരണ ഉപായന്തി, കാരണമൊന്നും അറിയാൻ പാടില്ല. സർവജീവാത് പരാത്പരം. പശ്ചാത്, അതിനുശേഷം തേഷാം സ്വകർമ്മണി കാരണം സുഖദുഃഖയോ. അതിനുശേഷം അതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് സുഖദുഃഖങ്ങൾ ഉണ്ടായി വരുന്നത്. സുഖദുഃഖങ്ങൾ ഉണ്ടായി വരുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. സുഖം നമുക്ക് അനുകൂല വേദനീയമാണ്. നമുക്ക് സന്തോഷം നൽകുന്നതെന്തോ സുഖം, സന്തോഷം നൽകാത്തതെന്തോ അത് ദുഃഖം. സന്തോഷം നൽകുന്ന വസ്തുവിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും, രാഗം എന്ന് വേദാന്തികൾ. സന്തോഷം നൽകാത്ത വസ്തുക്കളോട് നമുക്കൊരു വെറുപ്പുണ്ടാവും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട, ദ്വേഷം. ഈ രാഗദ്വേഷങ്ങളും ലോഭവും ക്രോമവും ഇതോ കാമവും ഒക്കെയാണ് ഈ ജീവിതത്തെ ഇങ്ങനെയാക്കുന്നത്. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്മതി മറന്നു. തന്മതി എന്ന് പറയുന്നത് മനുഷ്യൻ ഈ ജീവൻ ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ ഈ ത്രിപുടികൾ കൊണ്ട് ത്രിപുടിയുടെ ലോകത്തേക്ക്, നമ്മളുടെ ഓരോന്നിലേക്കും അറ്റാച്ച്മെന്റിലേക്കും ഓരോ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിലേക്കും ഇതിനെ ഇടുന്നത് ഈ മായ ഞാൻ ആരാണ് എന്നുള്ള കാര്യം മറന്നു. സാർ എപ്പോഴും പറയാറുള്ളത് ഞാൻ ഓർക്കുന്നു, താനായിരിക്കുന്ന വസ്തു എന്താണെന്ന് അന്വേഷിക്കണേ. തന്നെയല്ല, താനായിരിക്കുന്ന വസ്തു. വേദാന്തത്തിൽ ആ വാക്കിന് പ്രാധാന്യമുണ്ട്. താനായിരിക്കുന്ന വസ്തു അതെന്താന്ന് അന്വേഷിക്കുകയാണ്.
ആ തന്മതി മറന്നു ഞാനും ഈ അഖണ്ഡ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണെന്നും അല്ല, ഞാൻ ഈ അഖണ്ഡ ബ്രഹ്മം തന്നെയാണെന്നും യാതൊരു ബോധമാണോ ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നത് ആ ബോധം തന്നെയാണ് ഞാനെന്നും. വിവേകാനന്ദ സ്വാമി ഒന്ന് ഓർത്തേക്കുക, ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ സാക്ഷാൽ ദൈവം തന്നെയാണ്, അതിത്താഴെ ഒന്നുമല്ല എന്ന്. ആ ബോധം നമ്മളങ്ങ് മറന്നു. കാരണം അങ്ങോട്ട് ചിന്തിക്കാൻ നേരമില്ല. നമ്മളിവിടെ വേറെ പല കാര്യങ്ങൾക്ക് ഇങ്ങനെ നടക്കുകയാണ്. പൈസ അല്ലെങ്കിൽ ധനധാന്യങ്ങൾ, ജീവിതം, അങ്ങനെയുള്ള നമ്മുടെ എല്ലാ സംരംഭങ്ങളും അതെല്ലാം മായ കാണിക്കുന്നതാണ് എന്ന് നമുക്ക് അറിഞ്ഞാൽ തന്നെയും നമുക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ നേരമില്ല. ഒരു കഥ, വിഷ്ണു ഭഗവാന്റെ അടുത്തെത്തിയ നാരദൻ്റെ കഥ നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതായിരിക്കും. നാരദ ചോദിച്ചു, ഞാനിങ്ങനെ പരമഭക്തനാണ്, പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെ ഭക്തിയില്ലാതെ എങ്ങനെ മോക്ഷം കൊടുക്കും? അപ്പം വിഷ്ണു ആലോചിച്ചു, അത് കൊള്ളാമല്ലോ, നല്ലൊരു കാര്യം, ചോദിച്ചത് നല്ലൊരു കാര്യമാണ്. അപ്പം ഒരു പണിയൂ, ഒരു പാത്രം നിറച്ച് തൈലം എടുത്തിട്ട് തുളുമ്പുന്ന എണ്ണ എടുത്തിട്ട് തലയിൽ വെച്ച് നാരദനോട് ഭഗവാന് 3 വലത്ത് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ നമുക്കറിയാമല്ലോ, എപ്പോഴും നാരായണ 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 ജപിക്കുന്നയാൾ. ഇദ്ദേഹം ഇതിന് 3 വലത്ത് വെച്ചു. ഈ തൈലം തുളുമ്പുന്നതായ കാരണം ഇതേ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ മഹർഷി വലത്ത് വെച്ചത്. തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ വിഷ്ണു ഭഗവാൻ ചോദിച്ചു, അല്ല ഇപ്പം നിങ്ങൾ വരുമ്പോൾ ഭക്തനായിരുന്നില്ല, എത്ര പ്രാവശ്യം എന്നെ ഓർത്തു? 1 പ്രാവശ്യം പോലും ഓർത്തില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ജീവിതത്തിൽ നമ്മൾ അങ്ങനെയല്ലേ എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ വന്നിട്ട് മതി മറന്നു പോയാൽ എന്ത് സംഭവിക്കും? അന്നാദിയിൽ പ്രിയമുയർന്നു. അന്നാദിയിൽ എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൻ്റെ ബാക്കി കാര്യങ്ങളിൽ ഇതിനിപ്പോൾ നമ്മൾ ഓർക്കണ്ടല്ലോ, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പേരുണ്ട് ജിജ്ഞാസുക്കൾ, എത്ര പേരുണ്ട് മുമുക്ഷുക്കൾ, എത്ര പേരുണ്ട് വേദാന്തം ശ്രദ്ധിക്കുന്നവർ, എത്ര പേരുണ്ട് ഈശ്വര കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ കേൾക്കാൻ ശ്രദ്ധയുള്ളവർ? അതിന് വേറെന്തൊക്കെയോ കാര്യങ്ങൾ വേണമെന്നാണ് ഗുരുക്കന്മാർ പറയാറ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതങ്ങ് മറന്നു പോയതിന് ശേഷം ആടലാങ്കടലിൽ ഒന്നായി വീണു വലഞ്ഞു. അതല്ലേ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് യുദ്ധം, വേറൊരിടത്ത് സമാധാനം, വേറൊരിടത്ത് വെള്ളമില്ല, വേറൊരിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ തന്നെ എത്ര പേർ സ്വസ്ഥമായി സമാധാനത്തോടെ നിൽക്കുന്നുണ്ട്? ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന ഈ സംഗതിയെയാണ് ആടലാം കടൽ, ഭവസാഗരം എന്ന് പറയും. നാവികൻ നീ ഭവാപ്തിക്കൊരാവി നിൻ തോണി നിൻ പദം, ഗുരുദേവൻ തന്നെ. ഇതാണ് ഭവസാഗരം, ജീവിതം. ഈ ഇങ്ങനെയൊക്കെ പ്രിയമുയർന്ന ആടലാങ്കടലിൽ ഒന്നായി വീണു വലയും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏതെങ്കിലും ചില സന്ദർഭങ്ങളിൽ ദൈവമേ എന്ന് അറിയാതെയെങ്കിലും ആളുകളൊന്ന് വിളിക്കാറുണ്ട്. അതിന് പറയപ്പെടുന്നൊരു കഥ, ശ്രീരാമനും മുന്നിൽ സീതാദേവി നടുക്ക്, ജീവാത്മാവായ ലക്ഷ്മണൻ പുറകിൽ. അപ്പോൾ ലക്ഷ്മണൻ ഇങ്ങനെ പോകുന്നുണ്ട്. ലക്ഷ്മണന് സാക്ഷാൽ പരമാത്മാവായ ശ്രീരാമനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സീതാദേവി പതുക്കെ ഒന്ന് തല മാറ്റണം. അങ്ങനെ ഏതെങ്കിലും മാറുന്ന സന്ദർഭങ്ങളിൽ നമ്മളൊന്ന് അന്വേഷിക്കാം. പക്ഷെ പിന്നീട് വീണ്ടും ഈ മായ തന്നെ അങ്ങനെയുള്ള എന്നാശയം ഗതിപെറും, എൻ്റെ ഹൃദയം അന്വേഷിക്കുന്ന, മോക്ഷം അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ പരമാത്മസ്വരൂപനെ കാണാൻ അന്വേഷിക്കുന്ന ആ വഴിക്ക് നടക്കുമ്പോൾ നാദഭൂമിയിലമർന്ന്, അങ്ങനെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നാദഭൂമിയിലമരണം. നാദം സാർ പഠിപ്പിക്കാറുണ്ട്, തസ്യ ഭജനം പ്രണവം. പ്രണവോപാസന ചെയ്യുക. പ്രണവത്തിൽ അമർന്നിരിക്കണം. വെറുതെ ജപിച്ചുകൊണ്ടിരുന്നാൽ പോരാന്ന്. വെറുതെ ജപിച്ചുകൊണ്ടിരുന്നാൽ പോരാ, ആ നാദഭൂമിയിൽ അമർന്നിരിക്കണം. തത് ഏകാക്ഷരം ബ്രഹ്മ. ആ നാദഭൂമിയിൽ അമർന്ന് അതിന് ഒരു വ്യാഖ്യാനവും കൂടി പറയുന്നുണ്ട്. നാദഭൂമി എന്നുള്ളത് ഓങ്കാരം തന്നെയാണ് എന്നിരിക്കലും, ഓമിത്യേകാക്ഷരം ബ്രഹ്മ എന്ന് നമ്മൾ പറയുമെങ്കിലും യോഗികളിൽ ചില ഉപാസനാ മാർഗങ്ങളിലൂടെ പോകുന്ന യോഗികളിൽ ചില പ്രത്യേക ധ്യാനത്തിൻ്റെയൊക്കെ അവസ്ഥയിൽ ക്ഷണചിഞ്ചിണിനാദങ്ങൾ മനസ്സിൽ മുഴങ്ങുമത്രേ. ആ നാദഭൂമിയിൽ അമർന്നിരുന്നാലും മതി. മുനിപ്രസാദ് അങ്ങനെയാണ് പറയുന്നത്. നാരായണ പ്രസാദ്
ചിദാനന്ദപുരി സ്വാമിയോട് അങ്ങനെ തന്നെ പറയുന്നുണ്ട് ഒരു വ്യാഖ്യാനത്തിൽ. ആ നാദഭൂമിയിൽ അമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ. ആവിരാഭ പടരും. ആവിരാഭ പടരും എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനത്തിൻ്റെ വലിയൊരു തിളക്കമാണ്. അത് 10,000 അതിഥേയരൊന്നിച്ചുയരും പടി ഉയർന്നിടും വിവേകവൃത്തി. അത് വലിയൊരു പ്രകാശമാണ്. ആ പ്രകാശത്തിൽ ഈശ്വര ചൈതന്യമാകുന്ന ബ്രഹ്മചൈതന്യമാകുന്ന ആ വലിയ ബോധത്തിൽ 10,000 സൂര്യന്മാരൊരുമിച്ചുയരുന്ന പ്രകാശം, അതാണ് ആവിരാഭ. ആവിരാഭ പടരുന്ന ചിന്നാഭിയിൽ. നാഭി മധ്യസ്ഥാനം, ചിത്തിൻ്റെ ബോധത്തിൻ്റെ പ്രകാശത്തിൻ്റെ മധ്യസ്ഥാനം. അവിടെ അമർന്ന് എല്ലാ ത്രിപുടികളും മാറി എന്നാണ് എനിക്ക് ആത്മജ്ഞാനമുണ്ടാകുന്നത് എന്ന് ജനനിയായ അമ്മയോട് ചോദിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതൻ മതിമറൻ അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണുവലയും എന്നാശയങ്കതി പെറുന്നാദഭൂമിയിൽ അമർന്നാവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാറിടുന്നു ജനനി. നമ്മൾ മായയെക്കുറിച്ച് സൂചിപ്പിച്ചു. മായയാണ് അകാരണമായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. ആ മായ ഉണ്ടാക്കുന്ന ബാക്കി കാര്യങ്ങളും കൂടെ കേൾക്കാം. ഇല്ലാതെ മായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല നിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം ഒരാതി അറിവാം. തല്ലാഹവം പറകിലില്ലാരണക്രിയകൾ മല്ലാടുകില്ല മതയി സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഹബോധ ജനനി. ഉല്ലാഹബോധ ജനനി, കലർപ്പില്ലാത്ത ജ്ഞാനമുണ്ടാക്കുന്ന അമ്മേ എന്നാണ്. ഇല്ലാത്ത മായയിടും ഉല്ലാസം. ഇല്ലാത്ത മായ, യഥാർത്ഥത്തിൽ നിലവിലില്ലാത്ത മായ ഇടുന്ന ഉല്ലാസം, വെറും തോന്നൽ ഒന്നും ഈ ബോധം തന്നെയല്ലാതെ വേറൊന്നുമല്ല. ഈ ബോധം തന്നെയാണിത്. നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ മന്ദപ്രകാശത്തിൻ്റെ കുറഞ്ഞ വെളിച്ചത്തിൽ ഒരാൾ ഓടി ചെല്ലുമ്പോൾ അവരൊരു പാമ്പ് കിടക്കണമെന്ന് ആകെ വിഷയമായി. പാമ്പ് എഴുന്നേറ്റ് ചീറ്റാണ്. ഇയാളാകെ വിരളി പിടിച്ച് വെപ്രാളം ഉണ്ടായി. ഒരു പാമ്പിനെ കാണുന്ന അതേ പാമ്പിനെ കണ്ടില്ലേ, അത് ആകെ ബഹളായി. പക്ഷേ വെളിച്ചം കൊണ്ടുവന്നപ്പോൾ എന്താ മനസ്സിലായേ? കയറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാമ്പ് അവിടെ പോയി. പാമ്പ് പ്രാതിഭാസികമായിട്ട് അയാളുടെ ബോധത്തിൽ മായയാൽ ജനിക്കപ്പെട്ട ഒരു വസ്തുവാണ്. ആ പാമ്പ് അവിടെയൊന്നുമില്ല. കാരണം മന്ദപ്രകാശം. അന്ധകാരം എന്ന് പറയാൻ പാടില്ലാണെന്ന് വേദാന്തികൾ. അന്ധകാരം അഭാവവർഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ഭാവവർഗത്തിൽപ്പെട്ട പ്രകാശം വരണമെന്നാണ് സ്വാമിമാർ പറയാറ്. അപ്പോൾ മങ്ങിയ പ്രകാശത്തിൽ വെളിച്ചം കൊണ്ടുവന്ന് പ്രശ്നം തീർന്നു. എപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ് ഈ വെളിച്ചമില്ലായ്മ. ആ വെളിച്ചമില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഈ സൃഷ്ടിയിൽപ്പെട്ട സകല വസ്തുക്കളും ഈശ്വരൻ തന്നെയാണ് എന്ന് തിരിച്ചറിയാത്തത്. ഇല്ലാതെ മായയിടും ഇല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല അനിലും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം ഒരാതി അറിവാം. തല്ലാഹവം പറകിലില്ലാരണക്രിയകൾ മല്ലാടുകില്ല മതയി സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഹബോധ ജനനി. ഇനി എന്താണ് മായ എന്ന് പരിശോധിക്കാം. വിദ്യതേ സ മായ, കാണപ്പെടാത്തത്, ഒരിടത്തും കാണാത്തത്. എന്നാൽ പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ മായയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന കസേരയും ഫോണും ബാക്കിയെല്ലാം മായയാണോ? ഇല്ലേ? ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ കസേരയിൽ ഇരിക്കണേ? ഇല്ലെങ്കിൽ എനിക്കെങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റുന്നത്, ഈ മൈക്രോഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഉണ്ടവിടെ. പക്ഷെ സൂക്ഷ്മമായി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അത് ആ ശ്ലോകം പിന്നീട് വരുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ ഇരുമ്പിൻ്റെ ഇതുണ്ട്,
ഇതിനെ സൂക്ഷ്മമായി വ്യവച്ഛേദിച്ച് പഠിച്ചാൽ അവസാനം എന്താ അവശേഷിക്കും? ഒരു അയൺ തന്മാത്രയെ അവശേഷിക്കും, ഇല്ലേ? എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ആ തന്മാത്രയാണ്. അതുകൂടെ കഴിഞ്ഞ് വീണ്ടും മുറിച്ചാലോ കുറച്ച് ഇലക്ട്രോണും ന്യൂട്രോണും പോസിറ്റീവ് അങ്ങനത്തെ ചില സംഗതികൾ അവശേഷിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വസ്തു ഉള്ളതാണ്. വ്യവഹാരത്തിൽ, നമ്മുടെ വ്യവഹാരത്തിൽ സംസാരിക്കുമ്പോൾ ഈ വസ്തു ഉണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞാലോ നമ്മളുടെ സത്യ അന്വേഷണത്തിൽ ഇങ്ങനത്തെ സാധനം സത്യമായി നിലനിൽക്കുന്നുണ്ടോ? എന്താ ഇല്ലയെന്ന് പറയാൻ പറ്റും? ഇല്ലയെന്ന് പറയണത് എങ്ങനെയാ? അതിവിടെ നിലനിൽക്കല്ലേ? ഉണ്ടില്ല എന്ന് മുറമാറി അസത്ത് സത്ത് രണ്ടും പ്രതീതം ഇത് അനാദി തമസ്വഭാവം. ഉണ്ടെന്നും തോന്നും, ഇല്ലെന്നും തോന്നും. ഒന്ന് ആലോചിച്ചാൽ ഇല്ല, ആലോചിച്ചില്ലെങ്കിലോ അവിടെ ഉണ്ട്. ആലോചിച്ചാൽ ഈ വസ്തു എന്തായി മാറും? അറിവായി മാറും. അറിവല്ലേ ബോധം, അതല്ലേ ശാശ്വതമായി നിലനിൽക്കുന്നത്. അത് തന്നെയാണ് പറയുന്നത് ഇത് വ്യാവഹാരിക ഭാഷയിൽ മാത്രമേ ഉള്ളൂ. ഒന്നും കൂടെ ഈ മായയെക്കുറിച്ച് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് മനസ്സിലാകുന്നില്ല, അല്ല ബോറടിക്കുന്നുണ്ടാവും. ആദ്യത്തെ ദിവസമല്ലേ, ഉറങ്ങാനൊന്നും ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. കേട്ടു പോയി കിടന്നാൽ പെട്ടെന്ന് ഉറങ്ങിക്കോളും. സുഖജിത് അഖണ്ഡബോധം അദ്വിതീയം വേദനലാദി വിനിർമ്മതേ നിയോജ്യ ഭ്രമയതി ഭവസാഗരേ നിതാന്തം അഖടിത ഖടിത പടീയസി മായ. ദൈവം സുഖജിത് അഖണ്ഡബോധം അദ്വിതീയം, അദ്വിതീയവുമായും അഖണ്ഡവുമായിരിക്കുന്ന ആ ബോധം ലോകം സൃഷ്ടിക്കാൻ വേണ്ടി വിയദനലാദി പഞ്ചഭൂതങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതും ഇതിനകത്ത് പെട്ടുപോയവരെയൊക്കെ വട്ടം ചുറ്റിക്കുന്നതും യോജിപ്പിക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത വസ്തുക്കളെ പരസ്പരം പിടിച്ച് യോജിപ്പിക്കുന്നതുമായ അഖഡന ഖടിത പടീയസി. അങ്ങനെയാണ് മായ. ഒരു കഥ പറയുമ്പോൾ മനസ്സിലാവും. ഗാന്ധി എന്ന് പറയുന്ന ഒരു മഹർഷി മായയെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. ഞാനിവിടെ മാറിയുന്ന ഒച്ച കേൾക്കാൻ പറ്റില്ല. ഗാന്ധി എന്ന് പറയുന്ന മഹർഷി മായയെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് മമ മായ ഭയങ്കര ദുരത്തിയാണെന്ന് വിഷ്ണുവിൻ്റെ മായയെക്കുറിച്ച് വിഷ്ണു ഭഗവാൻ പറയാറുണ്ടത്രേ. എൻ്റെ മായ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റുന്ന ആളല്ല. എന്നാൽ വിഷ്ണു ഭഗവാനെ തന്നെ വിളിച്ചു വരുത്തി ചോദിച്ചോളാം ഇതെന്താ സംഭവം. അദ്ദേഹം വെള്ളത്തിലിറങ്ങി ഇന്ന് വിഷ്ണു ഭഗവാനെ തപസ് ചെയ്തു. വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു, അങ്ങയുടെ മായ എന്താണെന്നൊന്ന് പറഞ്ഞു തന്നെ. അങ്ങേര് മായയാണ് ഈ സൃഷ്ടിക്കൊക്കെ ഉപയോഗിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മായയെക്കുറിച്ചൊരു വിശദീകരണം കിട്ടണമെന്ന് പറഞ്ഞു. ഭഗവാൻ ആദ്യം ചോദിച്ചു, അത് വേണോ? അതാണ് എനിക്ക് ആവശ്യം, കാരണം എനിക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. ശരി, കാലാന്തരം കൊണ്ട് സംഭവിക്കുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹർഷി ഏതായാലും തപസ്സൊക്കെ വിജയിച്ച സന്തോഷത്തിൽ ആശ്രമത്തിൽ കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് ഭയങ്കര ക്ഷീണം. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ പറ്റില്ല, നേരെ വീട്ടിൽ പോയി അദ്ദേഹം രോഗം പിടിച്ച് കിടന്നു. വൈദ്യന്മാരൊക്കെ ഒന്ന് ചികിത്സിച്ചു, ഒരു രക്ഷയുണ്ടായില്ല, മരിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ജന്മം, അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, കടീജൻ എന്തോ മറ്റോ ആണ്. അപ്പോൾ ഒരു യാതൊരു ജ്ഞാനമില്ലാത്ത ഒരു കാട്ടുവാസികളുടെ വർഗത്തിൽ ഇദ്ദേഹം പിറന്നു കഴിഞ്ഞിട്ട് ഒരു വിദ്യാഭ്യാസമില്ല. ആകെ ഉള്ള ഒരു വാദ്യോപകരണം അവർ ഉപയോഗിക്കുന്നത് ഒരു തന്ത്രി മാത്രമുള്ളൊരു വീണയാണ്, ഒരു ഇത് മാത്രമുള്ള സ്ട്രിങ് മാത്രമുള്ളൊരു വീണ. അത് ഉപയോഗിച്ചിങ്ങനെ നടക്കും, എന്തെങ്കിലും കിട്ടുന്നതൊക്കെ കഴിക്കും, മത്സ്യമാംസങ്ങളും എന്നൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടും, അതൊക്കെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് യഥാകാലം കല്യാണം കഴിഞ്ഞു, ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. 8 മക്കളുണ്ടായി. ഈ 8 മക്കളും ക്രമത്തിൽ മരിച്ചു വന്നു. 1, 2 വയസ്സൊക്കെ ജീവിക്കും, എന്നിട്ട് മരിച്ചു. അവസാനം ഭാര്യയും മരിച്ചു. ഇങ്ങേർക്ക് ആകെ മാനസിക നില തെറ്റി. പുള്ളി പുറപ്പെട്ടു പോയി കുറേ കഴിഞ്ഞ് അങ്ങനെ അലഞ്ഞു നടക്കുന്ന സമയത്ത് കുറേ നടന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഒരിടത്ത് കുറച്ച് ആൾക്കാരിങ്ങനെ കൂടി വയ്ക്കണുണ്ട് ഒരു പട്ടണത്തിൽ. ഇതെന്താന്ന് വിചാരിച്ച് നോക്കിക്കളയാ. ഇങ്ങനെ തല നീട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരാന വലിച്ചെറിഞ്ഞ ഒരു മാല ഈ കഴുത്തിൽ വന്നു വീണു.
എന്താ സംഭവിച്ചുകൊണ്ട് വെച്ചാൽ അവിടുത്തെ രാജാവ് മക്കളില്ലാതെ അനന്തരാവകാശം ഇല്ലാതെ മരിച്ച സംഭവമായിരുന്നു അത്. അപ്പോൾ ഇവർ ഈ ഒരു ആനയെ പൂജയൊക്കെ ചെയ്ത് മാലയൊക്കെ പൂജ ചെയ്ത് കൊടുത്തിട്ട് ഈ മാല ആരുടെ കഴുത്തിലേക്കാണോ ഈ ആന എറിഞ്ഞിടുന്നത് അയാളെ രാജാവായി തിരഞ്ഞെടുക്കുക എന്നൊരു രീതിയാണ് വെച്ചിരുന്നത്. അങ്ങനെ അതാണ് ഇയാൾ പോയി തല നോട്ടി കൊടുത്തത്. അപ്പോൾ അത് ഇയാൾ രാജാവായില്ലേ, നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ഇയാൾ പൊക്കി എടുത്തുകൊണ്ട് പോയി രാജാവാക്കി. പക്ഷേ ഇയാൾ നല്ല രാജാവായിരുന്നു എന്നാണ് പറഞ്ഞത്. 8 വർഷം രാജ്യം ഭരിച്ചു. 8 വർഷം രാജ്യം ഭരിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ ഒരു ദിവസം ഉസ്തിയാനത്തിൽ കൂടെ നടക്കുമ്പോൾ ഇയാളുടെ പഴയ പരിചയക്കാരൻ ഇയാളുടെ നാട്ടിൽ നിന്ന് അവിടെ വന്നു. ഇത് നമ്മുടെ ഖദീജനല്ലേ? അതോടെ ഇയാൾ തിരിച്ചറിയപ്പെട്ടപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. ആ രാജ്യത്ത് ഒരു അധകൃതനായിട്ടുള്ള ആൾ രാജാവായത് അവിടുത്തെ ഭയങ്കര പ്രശ്നമായിപ്പോയി. അപ്പോൾ അവിടുത്തെ വലിയ ആൾക്കാർ ബ്രാഹ്മണ ആൾക്കാരായിട്ടുള്ളവരെല്ലാം കുറേ പേര് നാട് വിട്ടുപോയി. കുറേ പേര് ചന്ദ്രായന വ്രതം എടുക്കാൻ കാശിക്ക് പോയി. കുറേ പേര് മരിച്ചു എന്നാണ് പറയണത്. അതായത് ഇയാൾ വീണ്ടും നാട് വിട്ട് ഒരു രക്ഷയില്ലാണ്ടായി വനത്തിൽ ചെന്ന് ഇനിയിപ്പോൾ ജീവിച്ചിരിക്കണ്ട, മരിച്ചേക്കാം എന്ന് വിചാരിച്ച് ഒരു ചിത പൂട്ടി തീയിലേക്ക് ചാടാനിങ്ങനെ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഇയാൾക്കൊരു ബോധോദയം. ഇതെന്താ സംഭവം? ഇയാൾ ഈ വെള്ളത്തിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നില്ല. എത്ര സമയം പോയി, ജന്മം കഴിഞ്ഞില്ലേ ഇയാളുടെ? ഈ ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മം കഴിഞ്ഞ് 8 മക്കളുണ്ടായി മരിച്ചു. ഇത്രയോ സമയം എന്ന് പറയുന്നത് ഇയാൾ ആകെ ഒരു 1.5 മിനിറ്റ് ആ വെള്ളത്തിൽ നിന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് മായ. എന്നിട്ട് തീരുന്നില്ല കഥ അവിടെ. ഇത് കൊള്ളാമല്ലോ, ഞാനാകെ ഇപ്പോൾ ഈ മക്കൾ മരിച്ചതിന് കരയുകയും ചെയ്ത്, ഭാര്യ മരിച്ചതിന് കരയുകയും ചെയ്ത്, നാട്ടുകാരെന്നെ ഓടിച്ചു, കല്ല് വെച്ചെറിഞ്ഞു, ഇതൊക്കെ ആകെ വിഷമിച്ചു പോയില്ലോ. എൻ്റെ ഭഗവാനെ, അങ്ങയുടെ മായ അതിവിചിത്രം തന്നെ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ പോന്ന ഏതായാലും തപസ് വിജയിച്ച സന്തോഷം ഉണ്ടായിട്ട് ആശ്രമത്തിൽ കയറിയിരുന്ന് 2 ചപ്പാത്തിയോ അതുപോലെ എന്തോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാം എന്ന് വിചാരിച്ച് 2 ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരുത്തൻ വന്ന് നിന്നിട്ട് എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരുമെന്ന്. അപ്പോൾ ഇയാൾ നോക്കിയപ്പോൾ ഒരു സാധു ബ്രാഹ്മണൻ അലഞ്ഞിരിഞ്ഞ് വന്നുണ്ട്. ഇയാൾ കയറിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ കുശലം ചോദിച്ചു. എന്താ എവിടെ നിന്ന് വന്നു? ഞാൻ കാശിയിൽ നിന്ന് വന്നു. എന്തപ്പോൾ കാശിക്ക് പോയേ? ചന്ദ്രായന വ്രതം നോക്കാൻ പോയി. അതെന്തപ്പോൾ ചന്ദ്രായന വ്രതം നോക്കാൻ പോയേ? ഖദീജൻ എന്ന് പറയുന്ന ഒരുത്തൻ ഞങ്ങളുടെ നാട് 8 വർഷം ഭരിച്ച കാരണം അവിടെ ആകെ മുടിഞ്ഞു കഴിഞ്ഞു. എൻ്റെ കുറേ ആൾക്കാർ നാട് വിട്ടുപോയി. അവനെ കൊണ്ടുള്ള വലിയ ഇടങ്ങേറായിപ്പോയി. അയാൾ നാട് വിട്ടുപോയി. ഈ മഹർഷി അന്തം വിട്ട് ഒന്നും കൂടെ ബോധം കിട്ടുപോയി. കാരണം ഇയാളിപ്പോൾ ഇവിടെ നിന്ന് കയറിയല്ലേ ഉള്ളൂ, തെളിവ് വേണം. എന്നാ വാ എന്ന് പറഞ്ഞ് ഈ ബ്രാഹ്മണൻ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി നാട്ടുകാർ മുഴുവൻ കൂടി നിന്നിട്ട് അങ്ങനെ ഒരുത്തിന് ഇവിടെ ഉണ്ടായിരുന്നു, അവൻ വലിയ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിന് നിന്നതിന് തെളിവില്ലേ? ഉണ്ട്, ഞാനിപ്പോൾ കയറിയല്ലേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ ഈ ഖദീജൻ അവിടെ പോയി അവിടെ 8 വർഷം രാജ്യം ഭരിച്ച എവിടെയാണ്? അതിനെവിടെയാണ് തെളിവ്? അതിനുണ്ട് തെളിവ്. ഇങ്ങനെ പരസ്പരം ചേരാത്തതിനെ ചേർക്കുന്ന ഖടിത പടീയസി, പരസ്പരം യോജിക്കാൻ പറ്റാത്തതിനെ ചേർത്ത് വയ്ക്കുന്ന ഏത് സാധനമാണോ ആ സാധനമാണ് മായ. ഇങ്ങനെയാണ് ആ കഥ പറയുന്നത്. ഇതുപോലെയാണ് മായയുടെ സ്വഭാവം. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കുറേ നാൾ ആൾക്കാർ പറഞ്ഞു ഭൂമി പരന്നായിരുന്നെന്ന്. അതിനിടയ്ക്കാണ് 14-ാം നൂറ്റാണ്ടിൽ ഒരാളൊരു ബൈനോക്കുലറായിട്ട് തന്നെ അയാൾ പറഞ്ഞു ഭൂമി ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ പരന്നിരുന്നതിന് അന്ന് തെളിവ് ഹാജരാക്കിയിരുന്നില്ലേ? അന്ന് അന്നത്തെ ആൾക്കാരെങ്കിലും തെളിവ് ഹാജരാക്കിയായിരിക്കും. അന്ന് വല്ല പിള്ളേരും പരീക്ഷ എഴുതിയെങ്കിൽ എന്ത് സംഭവിച്ചേനെ? പരന്നിരുന്ന എഴുതട്ടി അതെ. ഇപ്പം തെളിവോ ഉരുണ്ടായിരിക്കണേ. ഇപ്പോൾ ഉരുണ്ടെന്ന് തന്നെ എഴുതേണ്ടി വരും. ഉരുണ്ടിരുന്നാലും പരന്നിരുന്നാലും ഭൂമിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഇത്രയും നാൾ ഏതോ ഗ്രഹങ്ങളൊക്കെ 9 ഗ്രഹങ്ങൾ അല്ലേ? ഇപ്പം എന്തോ ഒരു ഗ്രഹത്തിന് അത്ര പോരാന്ന് പറയുന്നു. ഉണ്ടോ? എത്ര നാളുകളായിട്ട് തെളിവ് നിലവിലുണ്ട് 9 ഗ്രഹങ്ങളാന്ന് പറഞ്ഞ്. ഇപ്പോഴോ? അപ്പോൾ അത്ര പോരാ, ഒരു ഗ്രഹത്തിന് എന്തോ ഒരു ശകലം കുറവുണ്ട്. ഇതാണ് മായ. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് വെച്ചിട്ടുള്ള ഈ സ്റ്റഡീസ് മുഴുവൻ നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാകുന്ന പഠനങ്ങളാണ്. ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ട് ബാഹ്യ വസ്തുക്കളെ കുറിച്ചുള്ള പഠനങ്ങളാണ് വരിക. ആ പഠനങ്ങൾ ഉണ്ടായി മാറും. ഒന്നുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ മാറും. ഇപ്പം നമ്മൾ ഈ കാണുന്ന നക്ഷത്രങ്ങൾ ഒരു 10-300 പ്രകാശവർഷം അകലെ എന്നുള്ള നക്ഷത്രമാണെങ്കിൽ ആ നക്ഷത്രത്തിന് ഇപ്പം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവില്ലേ? അവിടെ ഉള്ള സൂപ്പർനോവയൊക്കെ സംഭവിച്ചാൽ ആ നക്ഷത്രം ഇല്ലാണ്ടായി കാണും.
അപ്പം നമ്മൾ കാണുന്നതോ? നമ്മൾ കാണുന്നതിന് തെളിവില്ലേ? ആ നക്ഷത്രം നശിച്ചു എന്നുള്ളതിനും തെളിവില്ലേ? ഉണ്ട്. ഇതാണ് ഉണ്ടായി മാറും ഇല്ലാതമായിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ലലനും അനിലനും. വായുവും ഭൂമിയും അഗ്നിയും അതല്ലാതെ ആകാശവും എല്ലാം ഒരാദി അറിവാം. ഈ അറിവ് തന്നെ, ഈ ബ്രഹ്മം തന്നെ, ഈ ബോധം തന്നെയാണ് ഇതെല്ലാം. നീ നാമരൂപം അതിൽ നാനാവിധ പ്രകൃതി. ഇനി വരുന്നുണ്ട്. പല നാമങ്ങളിലും പല പേരുകളിലും പല രൂപങ്ങളിലും ഒക്കെ ആയിട്ട് വ്യത്യസ്തമായി മാറി മാറിയിരിക്കുന്ന ഈ മുഴുവൻ വസ്തുവും ഈ ബോധം തന്നെയാണ്. പക്ഷെ നമ്മളത് അറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവ് എപ്പോഴും ദ്വന്ദ്ഭാവത്തിലേ നിൽക്കുകയുള്ളൂ. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ അറിവാണ് അതിൻ്റെ ലാഘവം പറകിൽ. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ വസ്തുക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന യുദ്ധവും യുക്തിയും സങ്കടവും വിഷമവും ഇതിൻ്റെയൊക്കെ സത്യസന്ധത നിലവിൽ പറയുകയാണെങ്കിൽ ഇല്ലാരണം ക്രിയകൾ. നമ്മുടെ ബുദ്ധിയിൽ ഈ എന്താ പറയുക, വിരുദ്ധ ചിന്താഗതികളൊന്നും ഉണ്ടാവുകയുമില്ല. ഹരണം ക്രിയകൾ എന്നുള്ളതിന് വൈദിക ക്രിയകൾ എന്നുകൂടി അർത്ഥം പറയുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കണം. നമ്മുടെ ബുദ്ധി മല്ലാടുകയില്ല. ഒന്നിൽ നിന്നൊന്നിലേക്ക്, ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് ഇങ്ങനെ ഇഴകി നീങ്ങുകയില്ല. എപ്പോ പരമാർത്ഥബോധമുണ്ടായാൽ. ഈ പരമാർത്ഥബോധം ഉണ്ടാകാതെ ഈ മായ നമ്മളെ പിടിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ മായയെ മാറ്റി യഥാർത്ഥ ജ്ഞാനം തരാൻ സല്ലാഭമൊന്നു മതി. അമ്മേ, അവിടുത്തെ പാദം അല്ലെങ്കിൽ അവിടുത്തെ കൃപ ഒന്നു മതി എനിക്ക്. എല്ലാവരും തിരയും ഉല്ലാഹബോധ ജനനി. എല്ലാവരും ആനന്ദസ്വരൂപിണിയായിരിക്കുന്ന അമ്മയെ തന്നെയാണ് അന്വേഷിക്കുന്നത്. അത് മദ്യപന്മാരായാലും മറ്റേ സർഗ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, കഞ്ചാവ് കഴിക്കുന്നവരായാലും ഡ്രഗ്സ് കഴിക്കുന്നവരായാലും ഒരാനന്ദമാണ് ഇവരന്വേഷിക്കുന്നത്. ആ ആനന്ദത്തെ തിരയാണ്. ആ ആനന്ദം ശാശ്വതമാകണമെങ്കിൽ തികച്ച് അകത്തേക്കാവണം. നമ്മുടെ തിരച്ചിൽ അകത്തേക്കാകണം. ശാശ്വതമല്ല, ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്കാണെങ്കിൽ ഇന്ദ്രിയങ്ങൾ വഴി പുറത്തേക്കാവണം. പുറത്തേക്കുള്ള എല്ലാ അറിവുകളും നമുക്ക് ദുഃഖമാണ് തരിക. അകത്തേക്കുള്ള അറിവാണ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ശാശ്വതമല്ലാത്ത ആനന്ദം തരും. ശാശ്വതമായ ഒരു ആനന്ദമാണ് നിലനിൽക്കുന്നതെങ്കിൽ അത് അവനവനിൽ തന്നെയാണുള്ളത്. കാരണം നമ്മൾ ആനന്ദമാണ്, ആനന്ദസ്വരൂപമാണ്. എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല? മായ ഇതിൻ്റെ ആവരണ ശക്തിയാൽ നമ്മളെ പിടിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട്. കുറച്ച് നേരത്തേക്ക് നിർത്തണോ? കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഉണ്ടായും ഇല്ലാതെ മായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ലനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം ഒരാതി അറിവാം. തല്ലാഹവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതയി. സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഹബോധ ജനനി. ഉല്ലാഹബോധം കലർപ്പില്ലാത്ത ശുദ്ധമായ ബോധം എന്ന് പറഞ്ഞാൽ അഹംബോധമെന്നോ മഹാബോധമെന്നോ ബോധമെന്നോ ഒക്കെ പറയുന്ന, ജ്ഞാനമെന്നോ ഒക്കെ പറയുന്ന ആ മഹാമതി. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുകമകവും കൊണ്ടായിരന്തരം ഇരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസ്സിൽ മറയും. കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ലറിവൻ കണ്ടാനുഭൂതിയിലെഴും. തണ്ടാരിൽ വീണുമതു ഉണ്ടാരമിക്കുമൊരു വണ്ടാണ് സൂരി സുകൃതി. സൂരി സുകൃതി, പണ്ഡിതനായ സുകൃതി. സുകൃതി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തവൻ എന്നർത്ഥം. അങ്ങനെയുള്ളയാൾ തണ്ടാരിൽ വീണു മധുമുണ്ടാരമിക്കും. ജ്ഞാനമാകുന്ന താമരയിൽ വീണ് അതിനകത്ത് ലയിച്ചിരുന്ന് അതിൻ്റെ ആനന്ദം നുകർന്ന് അമരുന്ന ആളാണ്. വണ്ടിനോട് ഉപയോഗിക്കാം. താമരയിൽ നിന്ന് വീണ് താമരയിലെ മധു ആസ്വദിച്ച് കുടിച്ചും അതിൽ മതോന്മത്തനായി കിടക്കുന്ന വണ്ടിനോടാണ് ഗുരുദേവൻ സൂര്യ സുകൃതിയെ
ആത്മജ്ഞാനിയായ ബ്രഹ്മജ്ഞാനം എപ്പോഴും നുകരുന്ന സൂര്യസുകൃതിയെ ഉപമിക്കുന്നത്. ഉണ്ടായി മാറും അറിവുണ്ടായി, ഉണ്ടായി മാറും അറിവുണ്ടായി. ആദിയിൽ ഉണ്ടായി മാറുന്ന അറിവുണ്ടായി. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. പ്രപഞ്ചം ഉണ്ടാകും, നിലനിൽക്കും, ഉണ്ടാകും, മാറ്റങ്ങൾക്ക് വിധേയമാകും, നിലനിൽക്കും, ക്ഷയിക്കും. ഇത് ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം ആദിയിൽ ഇങ്ങനെയാണ്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും ജീവന്റെ ഉൽപ്പത്തിയും തന്നെ പറയാണ്. പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും ശാശ്വതമല്ല, അറിയാലോ. ഉണ്ടാവും, കുറച്ച് വളരും, കുറച്ച് നിലനിൽക്കും, കുറച്ച് ക്ഷയിക്കും, കുറച്ച് അപ്രത്യക്ഷമാകും. ഇങ്ങനെ ചലന സ്വഭാവത്തോടു കൂടിയതാണ് ജഗത്ത്. ഈ ജഗത്ത് ഉണ്ടായി മുന്നം. ആ ബോധത്തിൽ നിന്ന് തന്നെയാണ് അത് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായി ഇത് കണ്ടാടും അംഗമകവും. ഇത് കണ്ട് ഇതിനകത്ത് നൃത്തം വെച്ച് ഇതിനകത്ത് ലയിച്ച് ഇരിക്കുകയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അംഗം അകവും. അകം എന്നുള്ളതുകൊണ്ട് അന്ധകരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അന്ധകരണം മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ആ അകവും ഇങ്ങനെ ഇതുമൂലമുണ്ടാകുന്ന ഓരോ അറിവുകൾ കൊണ്ടും 1000 തരം ഇരുണ്ട്. കാരണം ഒരു അറിവും ശാശ്വതമല്ല. ഇവിടെ നമ്മൾ സന്തോഷം കണ്ടു, ഇന്ന് ചായ കുടിച്ചപ്പോൾ സന്തോഷം കണ്ടു, നാളെ കാപ്പി കുടിക്കുമ്പോൾ സന്തോഷം കാണാം, മറ്റന്നാൾ ഒരു കൊക്കോക്കോള കുടിക്കുമ്പോൾ സന്തോഷം കാണാം. ഒരു സന്തോഷവും ശാശ്വതമല്ല. ഇങ്ങനെ നടന്ന് ഈ അജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനത്തിലേക്ക് നീങ്ങി ഇരുണ്ടാശയം പ്രതി ചുരുണ്ട് ഓരോ കാര്യങ്ങളിലൂടെ ഇങ്ങനെ നീങ്ങി പോകുന്നതല്ലാതെ ഒരു ശാശ്വതമായ ആനന്ദം നമുക്ക് കിട്ടുന്നില്ല. ഉണ്ടാകുന്ന വസ്തുക്കളോട് നമുക്കൊരു താതാത്മ്യം വരികയാണ്. എന്തുകൊണ്ടാണ് ഇത് വരാത്തതെന്ന് വെച്ചാൽ നമുക്ക് ദുഃഖം ഉണ്ടാകും. ചിലപ്പോൾ ഒരു ഷർട്ട് കണ്ടു, അതിനോടൊരു താതാത്മ്യം, അതിനി കുറച്ച് നാൾ അതിട്ട് കളയാം. അല്ലെങ്കിൽ ഒരു പാൻറ്റ് കണ്ടു, അതിനോടൊരു താതാത്മ്യം, കുറച്ച് നാൾ അത് ഇട്ട് കളയാം. സന്തോഷമാണോ? ഇല്ല. വേറൊരു ഷർട്ട് കാണുമ്പോൾ നമ്മൾ വേറെ ഒരെണ്ണം വാങ്ങിക്കും. ഇങ്ങനത്തെ ഈ അറിവ്. ഇനി താതാത്മ്യം വേറെയുമുണ്ട്. ഒരു കസേരയിൽ മീറ്റിംഗ് കണ്ടുകൊണ്ട് ഒരാൾ ഇരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ കസേരയിൽ വേറൊരാളിരിക്കുന്നു. ഇയാളെന്താ ഇവിടെ ഇരിക്കണേ? ആ കസേരയോട് പോലും ഇച്ചിരി നേരം കൊണ്ടൊരു താതാത്മ്യം. ഇങ്ങനെ താതാത്മ്യപ്പെട്ട് ഈ യഥാർത്ഥമായ അറിവിൽ നിന്ന് നീങ്ങിപ്പോയി ആശയം പ്രതി ചുരുണ്ട് നമ്മൾ തമസിൽ നിന്ന് തമസിലേക്ക് നീങ്ങി അടുത്ത ജന്മത്തിലേക്ക് ആ മഹസിൽ വീണ് മറയും. നമ്മൾ എവിടെ നിന്നാണോ വന്നത് ആ മഹസിനെ അറിയാതെ ആ മഹസിൽ വീണ്ടും നമ്മൾ വീണ് മറയും അടുത്ത ജന്മത്തിലേക്ക്. സാർ എപ്പോഴും പറയാനുള്ള തമാശയാണ്, പഞ്ചായത്തിൽ കൂടെ കയറി ഇറങ്ങിയാണെന്ന് എന്നെ പറഞ്ഞ രജിസ്റ്റർ ഒപ്പിട്ട് മടുത്തു. അപ്പം സാധാരണ ആൾക്കാരുടെ ഇവിടെ ഈ പ്രാവശ്യം കേരളത്തിൽ ജനിച്ചു, അടുത്ത പ്രാവശ്യം നമ്മൾ ഹൈദരാബാദിൽ പോയി ജനിക്കും, അതിനപ്പുറത്ത് നമ്മൾ യൂറോപ്പിൽ പോയിരിക്കും. എവിടെയാണെങ്കിലും ജന്മമരണം രജിസ്റ്റർ ചെയ്യണമല്ലോ. അപ്പം ഇതുപോലെ ആശയം പ്രതി ചുരുണ്ട് ആ മഹസിൽ അവസാനം മറയും. ഇങ്ങനെ കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ല അറിവ്. ഈ നിലയിൽ പോയാൽ ഒരിക്കലും ഒരു അറിവുണ്ടാവില്ല. ഈ അറിവില്ലാതെ തന്നെ ആ മഹസിലേക്ക് മറിയേണ്ടി വരും. എന്നാൽ അഖണ്ഡാനുഭൂതിയിലെഴും സൂര്യസുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ അങ്ങനെയല്ല. അവര് അഖണ്ഡമായ അനുഭൂതിയിൽ ഈ ജന്മത്തിലൂടെ വിദ്യയും പരമാത്മ അഹംബോധം അല്ലെങ്കിൽ ആ പരാവിദ്യ സംഘടിപ്പിച്ച് ഒരു ഗുരുവിനെ കണ്ട് വിദ്യ നേടി ആ ആത്മവഴിയിലൂടെ ഞാനായിരിക്കുന്ന വസ്തു എന്താണ് എന്ന അന്വേഷണത്തിലൂടെ ആ പരമാനന്ദത്തിലെത്തി അതിൽ ലയിച്ചിരുന്നു കളയും. നമ്മൾ ബാക്കി തപസ്സുകളായിട്ടുള്ള ആൾക്കാരെയൊക്കെ നോക്കിയാൽ മതി. നമ്മുടെ മഹാഗുരുക്കന്മാർ ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ഒന്നും അധികം ലൗകിക 7 വർഷമൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെയാണ് ഒറ്റയ്ക്കിരുന്ന് മരുത്തോമലിൽ നമ്മൾ പോയിട്ടുള്ളതാണ്. പിള്ളത്തടത്തിൽ ഒറ്റയ്ക്ക്, അന്ന് വേറെ ആരും ഇല്ലല്ലോ. കൂട്ട് എന്ന് ഗുരുദേവൻ പറഞ്ഞിരുന്നത് ഒരു പാമ്പും ഒരു പുലിയാണ്. ആ ആനന്ദത്തിൽ ലയിക്കാൻ ഇത്രയും സമയം എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആനന്ദത്തിൽ ലയിച്ച് ഗുരുദേവൻ അങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. രണ്ടാളും നമുക്കറിയാൻ പാടില്ല. അത്രയും അഖണ്ഡമായ ആനന്ദം നൽകാൻ കഴിയുള്ള വസ്തുവാണത്. അവിടെ എത്താൻ സൂര്യസുകൃതിയിൽ ജന്മാന്തര പുണ്യം വേണം എന്ന് സാധാരണ നമ്മളിങ്ങനെ പറയാറുണ്ട്.
ആ പുണ്യാത്മാക്കളായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ലയിച്ചിരുന്നങ്ങിരിക്കുകയേ ഉള്ളൂ. അതായി മാറുക. ശിവം ഭൂത്വ ശിവം യജേത്. ശിവനെ ഭജിച്ച് ശിവനായി മാറുക. ഇവിടെ രണ്ടല്ല. അദ്വൈതത്തിൻ്റെ ഒരു വേറൊരു കാര്യം പറയുന്നുണ്ട്, അത് നമ്മൾ പിന്നീട് അതേക്കുറിച്ച് സംസാരിക്കാം. ഇനി ഇതിൻ്റെ മായയുടെ ശരിക്കുള്ള സ്വഭാവം പറയുകയാണ്. വേദാന്താണ്, പട്ടിയായ വേദാന്തം. ലോകത്തിൻ്റെ സത്തയെ എങ്ങനെ തീരുമാനിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഫണിനാരായിടുന്നു കുടവും, പാരായിടുന്നിതിനു നേരായിടുന്നുലകമോരായിലുണ്ടഹിലവും, പേരായ നിൻകഴലിൽ ആരാധനന്തരണം ആരാലിതിനൊരു വരം, നേരായി വന്നിടുക വേറാരുമില്ല ഗതി, ഹേ രാജയോഗ ജനനി. അമ്മയെ വീണ്ടും വിളിക്കുകയാണ്, ഹേ രാജയോഗ ജനനി, രാജയോഗത്തെ ഉണ്ടാക്കുന്ന എൻ്റെ അമ്മേ. രാജയോഗം ജീവാത്മ പരമാത്മ ഐക്യം എന്ന് നമുക്ക് വിചാരിക്കാം. അതായത് മരണത്തിനതീതമായ ഒരവസ്ഥ. സാധാരണ ആൾക്കാർ മരിക്കും അത്ര തന്നെ. മരിച്ചാൽ എന്ത് സംഭവിക്കും? അർത്ഥഗ്രഹ നിവർത്തന്തേ, വീട് ഉണ്ടാക്കി വെച്ച സ്വത്ത് മുഴുവൻ വീട്ടിലിട്ടേച്ച് വരും. ശ്മശാനേ പുത്രബാന്ധവ, ശ്മശാനം വരെ പുത്രന്മാരും ബന്ധുക്കളൊക്കെ ശരിക്കും പോകുമ്പോൾ എന്തു കൊണ്ടുപോകും? സുഹൃതം ദുഷ്കൃതം ചെയ്വ ഗച്ഛന്തമനുഗച്ഛതി. കൂടെ പോരാനൊരു സാധനം ഉണ്ടാവും. ഉണ്ടാക്കി വെച്ചത് മുഴുവൻ വീട്ടിൽ വെച്ച് പോകേണ്ടി വരും. ഭാര്യയും സ്വന്തക്കാരും ഒക്കെ ശ്മശാനം വരെ വരും. സുഹൃതം ദുഷ്കൃതം ചെയ്വ, ഞാൻ ഉണ്ടാക്കി വെച്ച, ഞാൻ ചെയ്ത എൻ്റെ ദുഷ്കൃതവും സുഹൃതവും രണ്ടും പോവും. ഗച്ഛന്തം അനുഗച്ഛതി, പോയവനെ കൂടെ കൊണ്ടുപോകും. ഉദാഹരൻ ഇതും വഹിച്ചുകൊണ്ട് അടുത്ത ജന്മത്തിലേക്ക്. രജനീഷൊക്കെ അതിനെക്കുറിച്ച് നല്ല ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏത് ഒരാത്മാവിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ആത്മാവിന് ജനിക്കാൻ പറ്റുന്ന ജീവിത സാഹചര്യങ്ങളുള്ള രണ്ട് മാതാപിതാക്കളെ കണ്ടുപിടിച്ച് ഇയാൾ എന്ത് യോഗമൊക്കെയാണോ അനുഭവിക്കേണ്ടത് ആ യോഗമൊക്കെ അനുഭവിക്കാൻ യോഗമുള്ളൊരു മാതാപിതാക്കളായിരിക്കണം. കഥ പുരാണത്തിൽ നിന്ന് തന്നെ ശന്തനു മഹാരാജാവ് ഉർവശിയിൽ മോഹിതയായി അല്ലേ, സ്വർഗത്തിൽ വെച്ച്. അപ്പോൾ മോഹിതയായി ഭൂമിയിലേക്ക് വരേണ്ടി വന്നു ഉർവശിക്ക്. അല്ല സോറി, ഗംഗാമാതാവിനാണ്, ഗംഗയ്ക്ക്. സ്വർഗത്തിൽ വെച്ച് ശന്തനുവിന് മോഹിതയായിട്ട് താഴോട്ട് ഭൂമിയിലേക്ക് വന്നിട്ട് അവർ ജീവിക്കുമ്പോൾ അക്കാലത്താണ് കാമധേനുവിനെ മോഷ്ടിച്ച കേസിൽ നമ്മുടെ അഷ്ടവസുക്കൾ പ്രതികളായി ശാപത്തിന് ഇല്ലേ, അഷ്ടവസുക്കൾ പ്രതികളായി ശാപത്തിൽപ്പെട്ട് മനുഷ്യജന്മം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ മനുഷ്യജന്മം എടുക്കാൻ ഇവരിങ്ങോട്ട് വന്നു 8 പേർ. അതിനകത്ത് ഒരാൾക്ക് മാത്രം കടും ശാപം ഉണ്ടായി, ദ്യോവ്. അയാളാണ് ഈ കൂടുതൽ പശുവിനെ പിടിച്ചുകൊണ്ട് പോകാൻ കൂടെ വന്ന ആൾ. അതിൻ്റെ സൂത്രധാരകനൊക്കെ പുള്ളിയായിരുന്നു. ബാക്കിയുള്ള 7 പേരും ഇങ്ങനെ കൂട്ടുപ്രതികൾ മാത്രമാണ്. ഈ ഗംഗാദേവിയും ശന്തനു മഹാരാജവുമായിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി. അതായത് ബാക്കി 7 പേർക്കും ജന്മം മാത്രം മതി, അപ്പോൾ തന്നെ തിരിച്ചു വന്നോളാൻ. മറ്റേ ആൾ അവിടെ നിൽക്കണം ജീവിതകാലം മുഴുവൻ. ജീവിതകാലം അല്ലാതെ കുറച്ച് അധികം കാലം നിന്നു. നമ്മൾ കേട്ടിട്ടുള്ള മഹാഭാരതത്തിലെ കഥ. ഭീഷ്മർ 7 പേരെ ഈ മാതാവ് ആറ്റിലെറിഞ്ഞു പോന്നു അല്ലേ. 8ാമത്തെ ആളോട് ശന്തനു മഹാരാജ പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യല്ല എന്ന്. ആ കോൺട്രാക്ട് അതുപോലെ തീർന്നു. ഭാര്യ ഡൈവോഴ്സ്ഡ്. ഇവിടെ ആരാ വിശേഷിച്ചു? ഗംഗാദത്തൻ എന്ന ഭീഷ്മൻ. ബാക്കി കഥ ഇങ്ങനെയാണെന്നാണ് രജനീഷ് പറയുന്നത്. ഇവർ തമ്മിൽ ഒരു ഐക്യമുന്നണി ഉണ്ടാക്കും. സമാനമായ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ട നമ്മൾ ഇതിന് പറ്റുന്ന മാതാപിതാക്കളുടെ ഗർഭപാത്രത്തിൽ വന്ന് പിറക്കും. മനുഷ്യൻ സ്വതന്ത്രനാണെന്നൊക്കെ നമ്മൾ വലിയ ഭംഗിവാക്കിന് പറയാറുണ്ട്. എന്ത് സ്വാതന്ത്ര്യം? അച്ഛനും അമ്മേനും തീരുമാനിച്ചത് നമ്മളാ, ബന്ധുക്കളെ തീരുമാനിച്ചത് നമ്മളാ. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഇതിന് പറ്റുന്ന ആളാണോ എന്ന് തീരുമാനിക്കുന്നത് പോലും നമ്മളല്ല. നമ്മൾ തീരുമാനിച്ച് അതങ്ങനെ അങ്ങ് സ്യൂട്ടായി വരികയാണ്. അങ്ങനെയാണെങ്കിൽ മെഡിസിന് എൻട്രൻസ് ചെയ്താൽ എല്ലാവർക്കും മെഡിസിൻ കിട്ടുന്നുണ്ടാവില്ല, റാങ്കുകാർക്ക് പലപ്പോഴും കിട്ടാറില്ല. കിട്ടുമോ? കഷ്ടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് കയറി പോകുന്ന പലർക്കും ചിലപ്പോൾ കിട്ടിയെന്നും ഇരിക്കും. മേളിൽ നിന്നുള്ള എന്തോ ഒരു തീരുമാനം, തേർഡ് ഫാക്ടർ വിക്കോൾ, ഒരു മൂന്നാമതൊരു സംഭവം. അങ്ങനെയും കാണാം. അത് വിധി, നമുക്കതിനെ വിടാം. ആരായികിൽ തിരകൾ നീരായിടുന്നു. പ്രപഞ്ചത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്നാണ്. അടിച്ചു പൊന്തുന്ന തിര
നമ്മളിങ്ങനെ കാണുന്നുണ്ട്, കടലിൽ എപ്പോഴും കാണുന്നുണ്ട്. തിര തുടങ്ങുന്നതും കടലിൽ, തിരയുടെ മധ്യഭാഗവും കടലിൽ, തിര അടങ്ങുന്നതും കടലിൽ. തിരയെയാണ് നമ്മൾ കാണുള്ളൂ. യഥാർത്ഥത്തിൽ തിര എന്താണ്? വെള്ളത്തിൽ നിന്ന് വിട്ടിട്ട് വേറൊരു അസ്തിത്വം ഇല്ല. ഗുരു എപ്പോഴും പറയാറുള്ള ഉപമ വെള്ളം തന്നെയാണ്. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ്? തിരയാണ് കാണുന്നത്. വെള്ളത്തെ എന്ത് കാണാത്ത? വെള്ളത്തെ നമ്മൾ അന്വേഷിക്കണം. ഇതിന്റെ പിന്നിൽ ഒരു അന്വേഷണം വേണം. ഇതെന്ത് സാധനമാണ് ഈ തിരയായിട്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നതെന്ന്. അത് തന്നെയാണ് നമ്മൾ ഗുരു എപ്പോഴും പറയാറുള്ളത്. ഞാനായിരിക്കുന്ന വസ്തു എന്ത് വസ്തുവാന്ന് ഞാൻ അന്വേഷിക്കണം. ഞാൻ കാണുന്നത് ഈ ജ്ഞാന മാത്രമാണ്. ഇതെന്താന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഇല്ല. ഇത് ആത്മാന്വേഷണം. അതാണ് ആത്മാന്വേഷണം അല്ലെങ്കിൽ സത്യാന്വേഷണം എന്ന് പറയുന്നത്. അങ്ങനെ അന്വേഷിക്കുന്നില്ലെങ്കിൽ തിരകൾ തിരകൾ തന്നെയാണ്. പക്ഷെ ആരായുകിൽ, അന്വേഷിച്ചാൽ തിരയുടെ നിജരൂപം വെളിപ്പെടും. അത് വെള്ളമാണ്. ഇതിനെ വെള്ളമായിട്ടങ്ങ് കണ്ടാൽ മതി. ഫണിനാരായിടുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ ഉപമ, ദൃഷ്ടാന്തം. ഉപമയല്ല, ദൃഷ്ടാന്തം. മന്ദമായ പ്രകാശത്തിൽ അവിടെ കിടന്ന കയറിന് ഒരാൾ നടന്നു വന്നപ്പോൾ എന്താണെന്ന് തോന്നി? പാമ്പാണെന്ന് തോന്നി. ഇത് കയറിൻ്റെ കുഴപ്പമാണോ? പാമ്പാണെന്ന് തോന്നിയത് ഇയാളുടെ കുഴപ്പമാണോ? കാരണം ഭംഗി ഇരുട്ടുണ്ടായിരുന്നുകൊണ്ടാണ്. നമ്മൾ അജ്ഞാനത്തിൽ കിടക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന്. ജ്ഞാനം വന്നാൽ വെളിച്ചം കൊണ്ടുവന്നപ്പോൾ എന്തായി? എന്നാൽ ഇയാൾ പാമ്പിനെ കണ്ട് പേടിച്ചില്ലേ? ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി. അത് കയറിൻ്റെ കുഴപ്പമാണോ? അല്ല, നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പം. അല്ലെങ്കിൽ മന്ദമായ ഒരു അന്ധകാരം അവിടെ ഉണ്ടായിരുന്ന സമയം. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ അന്ന് സാറ് പഠിപ്പിച്ചൊന്ന് ഓർക്കുമെങ്കിൽ നന്നായിരുന്നു. വിശ്വം ദർപ്പണ ദൃശ്യമാന തുല്യ നഗരം യദന്തർഗതം തസ്മിന്നാമ വിശ്വം ദർപ്പണ ദൃശ്യമാന പശ്യന്നാത്മനി മായയാ ജഗതിഭൂതം യഥാ നിദ്രയ യ സാക്ഷാത് കുരുതേ പ്രബോധ സമയേ. യ സാക്ഷാത് കുരുതേ പ്രബോധ സമയേ. സ്വപ്നം കണ്ട ഒരാൾ ഒച്ചപ്പാടും ബഹളവും കാറലും കൂലും ഒക്കെ നടത്തി. അടുത്ത് നിന്നൊരു തട്ടി എഴുന്നേൽപ്പിച്ചു. സ്വപ്നത്തിൽ ഇയാൾ എന്തോ തോട്ടി പോയി വീഴുവോ ആക്സിഡന്റ് ഉണ്ടാവുമോ എന്തോ ചെയ്തതായിരിക്കും. അത് അനുഭവിച്ചില്ലേ? ഇയാൾ വേർത്തിട്ടുണ്ടാവുമല്ലോ. സങ്കടത്തോട് ഉറക്കം കരഞ്ഞില്ലേ? ഉവ്വ. പക്ഷെ ഭാര്യ തൊട്ടി വീഴ്ത്തിയപ്പോഴാണ് അറിഞ്ഞത് ആരേ ഉള്ളൂ? ഈ ആള് മാത്രമേ ഉള്ളൂ. വണ്ടിയും ആക്സിഡന്റ് ഉണ്ടാക്കിയ സാധനങ്ങളോ കുളത്തിൽ വീണതൊന്നും അവിടെ ഇല്ല. ഇതുപോലെ യഥാപ്രബോധ സമയേ, ആ വാക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ജ്ഞാന ഉദയത്തിൽ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റൂ. ജ്ഞാനം ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് തിര തന്നെയാണ്, വെള്ളമല്ല. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഫണിനാരായിടുന്നു. ഇരുത്തത്ത് കണ്ട കുടവും പാരായിടുന്നു. മൺകുടത്തെ നമ്മൾ കുടമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ അതിന്റെ മൂലവസ്തു ഏതാ? മണ്ണ്. നമ്മൾ കാണുന്നതോ കുടം. ഇതിനു നേരായിടുന്നുലകം. ഇതുപോലെ ഈ കുടമായി കാണുന്നത് മണ്ണായിരുന്നത് പോലെ, പാമ്പായി കണ്ടത് വെറുതെ കിടന്ന കയറായിരുന്നത് പോലെ, തിരകളായി സുനാമിയായിട്ട് അടിച്ച് പൊങ്ങിയിരുന്നത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു? വെള്ളമായിരുന്നു. ഇങ്ങനെ ഇതിന് നേരായിടുന്നുലകം. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ, ദൃശ്യമായതും അനുഭവിക്കുന്നതുമായ പ്രപഞ്ചം മുഴുവൻ ഈ ബ്രഹ്മം തന്നെയാണ്. എങ്ങനെ എപ്പോ തിരിച്ചറിയാം? ജ്ഞാനോദയത്തിൽ മാത്രം. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഫണി നാരായിടുന്നു, കുടവും പാരായിടുന്നു. ഇതിന് നേരായിടുന്നുലകം. പോരായിലുണ്ട് അഖിലവും. അന്വേഷിച്ചാൽ ഇങ്ങനെയൊക്കെ പാരായിടുന്നതൊക്കെ മണ്ണ് ആണെന്ന് കാണും. അന്വേഷിച്ചില്ലെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചവും ഈ കുടവും ഇതെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും. ഒരു കഥയും കൂടെ പറയാം. ഒരു സ്വർണ്ണക്കട നടത്തുന്ന ഒരാളുടെ വീട്ടിൽ ഒരു കൊച്ച്, അച്ഛനിങ്ങനെ കൊണ്ടുവന്ന് സ്വർണ്ണമൊക്കെ അലമാരിക്കകത്ത് ഒക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട്. അവനിങ്ങനെ വീണ്ടും ഒന്നും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഒരു ദിവസം മാലയും വളയും അതുപോലുള്ള സംഗതികളൊക്കെയാണ് കൊണ്ടുവന്ന് വയ്ക്കുക, അരഞ്ഞാണൊക്കെയാണ് കൊണ്ടുവന്ന് വയ്ക്കുക. ഒരു ദിവസം ഈ കൊച്ചിനോട് പറഞ്ഞു, മോനെ ആ അലമാരിക്കകത്ത് നിന്ന് കുറച്ച് സ്വർണ്ണം എടുത്തുകൊണ്ട് വരാൻ. കൊച്ചി എന്ന് അലമാരിക്കകത്ത് നോക്കി, ഇവിടെ അത് സ്വർണ്ണം ഇല്ല അച്ഛാ. ഞാനല്ലേ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചേ? ഇല്ല.
ഒന്നും കൂടെ പോയി നോക്ക്, ഒന്നും കൂടെ പോയി നോക്കി. സ്വർണ്ണം ഇല്ല എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വെച്ചു. നീ പിന്നെ എന്നാ കണ്ടേ? മാലയും മുളയൊക്കെ ഇരിപ്പുണ്ടെന്ന്. ഇതാണ് നമ്മുടെ അവസ്ഥ. ആചാര്യന്മാർ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ചെടിയും ബാക്കിയുള്ള എല്ലാം കാണും, ഇതിനകത്തുള്ള യഥാർത്ഥ സത്ത, രൂപം മാറിയ അല്ലെങ്കിൽ മായയാൽ ആച്ഛാദിതമായ വസ്തുക്കളാണ് നമ്മൾ കാണുന്നതെന്നും ഇതിനുള്ളിലുള്ളത് യഥാർത്ഥ സത്ത ബ്രഹ്മമാണെന്നും അത് അചഞ്ചലമാണെന്നും നിശ്ചലമാണെന്നും മാറ്റമില്ലാത്തതാണെന്നും മനസ്സിലാക്കണം. ജീവിച്ചിരുന്ന ഒരാളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കി കളയാം. ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ, പരമഹംസരുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ. വെറും ശിലയായിരിക്കുന്ന ദേവിയോട് സംസാരിക്കും. അമ്മ ഭക്ഷണം കഴിച്ചു എന്ന് പറയും. നമ്മുടെ ഗുരുനാഥൻ തന്നെ പറയുന്നുണ്ട്, ചില ദിവസം പൂജ ചെയ്യൂല. കാരണം എന്നാന്ന് ചോദിക്കുമ്പോൾ ദേവി ഉറക്കാന്ന്. ഏത്? വെറും ശിലയാണ്. ആ ശിലയിൽ ആത്മചൈതന്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിനനുസരിച്ച് ഒരു ആത്മചൈതന്യത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടാവണം. അപ്പൊ ദേവി സംസാരിക്കും. വെറും അതുപോലെ ചിലപ്പോൾ പൂജ നടത്താൻ പോകുമ്പോൾ പൂക്കൾ പറിക്കാൻ പോകുമ്പോഴായിരിക്കും ഇങ്ങനെ പറിക്കാണ്ട് പോരും അത്രേ. എന്താന്ന് ചോദിക്കുമ്പോൾ ആ പൂവിൽ നിന്ന് ദേവി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്ത് തോന്നും? വെറുതെ അല്ല അദ്ദേഹത്തെ ദക്ഷിണേശ്വരത്തിലെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. ഈ ചൈതന്യത്തെ നമുക്ക് കാണാൻ പറ്റില്ല. അത് എങ്ങനെയാണ് കാണുക എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇങ്ങനെ ഇതൊക്കെ പറയാം എന്നല്ലാതെ എങ്ങനെ? അത് ആത്മാന്വേഷണത്തിലൂടെ. എങ്ങനെ? നല്ലൊരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ആ വഴിയിലേക്ക്. പക്ഷെ നമ്മുടെ ഗുരുനാഥൻ ഇങ്ങോട്ട് എല്ലാവരും പിടിച്ചോട്ട് പോകാൻ ശ്രമിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്തെല്ലാമോ വഴികളിലൂടെ ഓരോരുത്തർക്കും ഓരോ ശിഷ്യനും ഓരോ സംഗതികളിലൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് ശരിക്കും നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. കാണാൻ പറ്റും, വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. യെസ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പാരായിടുന്നതിന് നേരായിടുന്നുലകം ഓരായിലുണ്ടഖിലവും വേരായ നിൻകഴലിൽ ആരാധനം തരണം ആരാലിതിനൊരു വരം. അമ്മേ എളുപ്പം, ആരാൽ എളുപ്പം. അമ്മേ എനിക്ക് ഈ രീതിയിൽ കാര്യങ്ങൾ നന്നായി കാണാൻ, ആത്മബോധമുണ്ടായി വരാൻ, മായയുടെ രഹസ്യത്തിന് മായയ്ക്കതീതമായ അജ്ഞാതമായ ആ ശാന്തിയെ തേടാൻ അമ്മേ എനിക്ക് നിൻ കഴലിൽ ആരാധനം തരണം. അമ്മയുടെ പാദങ്ങൾ എനിക്ക് ഇങ്ങനെ ആശ്രയമായി തന്ന് ഇതെനിക്ക് ആശ്രയം തന്ന് എന്നെ ഈ ആത്മജ്ഞാനത്തിലേക്ക് എത്തിക്കണം. നേരായി വന്നിടുക, വേറെ ആരുമില്ല ഗതി. അമ്മേ വേറെ ആരും എനിക്ക് പറഞ്ഞു തരാനില്ല. ഹേ രാജയോഗ ജനനി, ജീവാത്മാ പരമാത്മാ ഐക്യം ഉണ്ടാക്കുന്ന അല്ലയോ അമ്മേ. ഇനി ഇതിങ്ങനെയാണ് പറയുക. എനിക്ക് ഇതിൽ കൂടുതൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്താ പറയുക, വേദാന്തത്തിൻ്റെ കടുത്ത രീതികളായിരിക്കാം. ഒത്തിരി ബോറടിക്കുന്നേ പറയണം, നിർത്തിയിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. വേണ്ട അല്ലേ? മേലായ മൂലമതിയാലാവൃതം ജനനി നീലാസ്യമാട് വിടുമി കീലാലവായുനല കോലാഹലം ഭുവനം ആലാപമാത്രമഹിലം കാലാദിയായ മൃദുനൂലാല നെയ്യുമൊരു ലീലാപടം ഭവതിമെയ് മേലാകമൂടുമതിനാൽ ഉള്ളതാരും അറിഞ്ഞീലാകമാന്ത നിലയേ. മേലായ മൂലമതിയാലാവൃതം, മേലാകമൂടും അതിനാൽ ആരുമുള്ളതറിവിയിലാകമാന്ത നിലയേ. അമ്മ ഇതുപോലൊരു മൂടുപടം ദേഹം മുഴുവൻ മൂടുക കാരണം എന്താണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് ആരും അറിയുന്നില്ല. ആഗമാന്ത നിലയേ. ആഗമാന്തം വേദാന്തത്തിൻ്റെ ഉള്ളിൽ അറിവായി നിലനിൽക്കുന്ന അമ്മയെ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ വേദാന്തത്തിന് ആധാരമായിട്ടുള്ള അമ്മയെ, രണ്ടും വ്യാഖ്യാനിക്കാം. അമ്മ വേദാന്തത്തിലാണ് നിൽക്കുന്നത്. വേദാന്തം നമുക്ക് എല്ലാവർക്കും വേദത്തിൻ്റെ അന്തം ജ്ഞാനമാണ് അല്ലെങ്കിൽ മോക്ഷമാണ്. അതിന് നിലനിൽക്കുന്ന അമ്മയെ അല്ലെങ്കിൽ വേദാന്ത അമ്മയിലാണ് നിലനിൽക്കുന്നത്, രണ്ടും ആവാം.
മേലായ മൂലമതിയാൽ ആവൃതം. മേലായ മൂലമതിയാൽ ആവൃതം എന്ന് പറഞ്ഞാൽ അമ്മ ഒരു വലിയ ആവരണം ധരിച്ചിരിക്കുകയാണ്. മൂലമതി എന്നുള്ളതിന് മൂല അവിദ്യ എന്നാണ് പറയുന്നത്. ആവൃതി തമസശക്തി കാരണം തദ്യാവരണ കാരണം മൂലാവിദ്യേതി സപ്രോക്ത. മൂലമായ അവിദ്യ, ഇരുട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് സാധാരണ വസ്തുക്കൾ എന്ത് ചെയ്യും? ആവരണം ചെയ്തു വരും. അതുപോലെ അമ്മ മൂലമായ അവിദ്യയാൽ അല്ലെങ്കിൽ മായയുടെ ആവരണ ശക്തിയാൽ ഇതെല്ലാം മറച്ചു വയ്ക്കും. എന്തിനെ മറച്ചു വയ്ക്കും? ആവരണ ശക്തി ഒരു സാധനത്തെ മാത്രമേ മറച്ചു വയ്ക്കുള്ളൂ എന്നാണ് പറയുന്നത്. അത് നമ്മളുടെ തനി സ്വരൂപത്തെയാണ്, വേറെ ഒന്നിനും അത് മറച്ചു വയ്ക്കണില്ല. നമ്മളുടെ തനി സ്വരൂപം ആനന്ദമാണെന്നും നമ്മൾ അഖണ്ഡമായ ബോധമാണെന്നും ഉള്ള തിരിച്ചറിവുണ്ടാവാതെ അമ്മ ഇത് മറച്ചു വയ്ക്കും. ആവരണ ശക്തി മറച്ചു വയ്ക്കുന്നത് അങ്ങനെ. കാരണം ഈ തിരിച്ചറിവ് നമ്മളുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിലും എന്ത് കാണും? ഈ ചൈതന്യത്തെ കാണാൻ പറ്റും നമുക്ക്. അതാണല്ലോ ഒരു ശിഷ്യന്മാർ ചട്ടമ്പിസ്വാമികളെയും ശ്രീനാരായണ ഗുരുദേവനെയും പോലുള്ളവർ കാണുന്നതാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ തന്നെ ഒരു കഥ പറയാം. എനിക്ക് ഒരു കണ്ണൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ പോകുമ്പോൾ ശിഷ്യന്മാരും കൂടെ കൂടി നടന്നു പോകുമ്പോൾ ഒരു കോഴി അങ്ങോട്ടൊന്ന് പറന്നു വന്നു. അടുത്ത പറമ്പിൽ നിന്ന് ചിക്കിച്ചെഞ്ഞുകൊണ്ടിരുന്നതാണ്. ആ കോഴി പറന്നു വന്നിട്ട് ഗുരുദേവൻ്റെ പാദത്തിൽ വന്ന് വീണു. എല്ലാവരും ഇങ്ങനെ അമ്പരന്നു, ഇതെന്ത് സംഭവം? ഗുരുദേവൻ അതിനിങ്ങനെ സൂക്ഷിച്ചു നോക്കി, എടുത്ത് കയ്യിൽ വെച്ച് 2 തട്ടൊക്കെ തട്ടി കോഴി പോയി. എന്താണെന്ന് ചോദിച്ച ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരു പൂർവ്വജന്മ ബന്ധം എന്നാണ്. അത്രേ പറഞ്ഞോളൂ, ബാക്കിയൊന്നും അവർ എക്സ്പ്ലെയിൻ ചെയ്യില്ലല്ലോ. ഒരു പൂർവ്വജന്മ ബന്ധം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കോഴി എടുത്തുകൊണ്ടേക്ക് കറി വയ്ക്കും. വീണ് കിട്ടിയതല്ലേ, നമ്മൾ പഠിച്ചോണ്ട് പോകുന്നതല്ലേ. അല്ലെങ്കിൽ വെജിറ്റേറിയന്മാരാണെങ്കിൽ വേറെ ഇറക്കി കൊടുക്കും. അപ്പൊ അത്രയും കാണാൻ പറ്റും. ആ ജീവിയിലും തന്നിൽ തുളുമ്പുന്ന ആത്മചൈതന്യം കാണാൻ ഗുരുവിന് കണ്ണുണ്ടായിരുന്നു, അല്ലെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു. നമുക്കോ? മൂലമതിയാൽ ആവൃതം. ഞാൻ തന്നെ ആവരണപ്പെട്ടിരിക്കുക. ഞാനായിരിക്കുന്ന വസ്തു എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ പിന്നെ വേറൊരു വസ്തുവിനെ ഞാനിങ്ങനെ അറിയാൻ പറ്റില്ല. അതാണ് മായയുടെ ആവരണം ചെയ്യുന്ന ഏറ്റവും വലിയ സംഗതി. ഇനി വിക്ഷേപശക്തി എന്ത് കാണിച്ചു തരും? യഥാർത്ഥത്തിലുള്ളതിനെ കാണിക്കാതെ വേറെ എന്തെങ്കിലുമായിട്ട് കാണിക്കും. യഥാർത്ഥത്തിൽ വെള്ളത്തെ കാണിച്ചാൽ മതി. അല്ല വേണ്ട, അതിനേക്കാൾ നല്ല ഉദാഹരണം യഥാർത്ഥത്തിൽ കയറിനെ കാണിച്ചാൽ മതി. ഇല്ലേ? കയറിനെ എന്തായിട്ടാണ് കാണിച്ചേ? പാമ്പ്. ആൾക്കാർ വാവാ സുരേഷിനെ വരെ വിളിക്കാൻ പോയിട്ടുണ്ടാവും. പക്ഷേ വെളിച്ചം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അത് കയറിൻ്റെ കുഴപ്പമാണോ? ഇല്ല, മന്ദപ്രകാശം, വെളിച്ചമില്ലായ്മയുടെ ഒരു കുഴപ്പമായിരുന്നു. ആ വെളിച്ചം, നമ്മളിത് പറയുന്നത് നമ്മളൊരു വലിയ നിദ്രയിലാണെന്നാണ്. ജീവിതം മുഴുവൻ നിദ്രയിൽ കാണുന്ന സ്വപ്നം പോലെയാണെന്നാണ് അഷ്ടാവക്ര ഗീത എന്ന് പറയുന്നത്. ഒരു വസ്തു മാത്രം, യഥാർത്ഥത്തിലുള്ള ഒരു വസ്തു മാത്രം, ആ വസ്തു മാറ്റമില്ലാത്തതാണ്, ബാക്കിയുള്ളതെല്ലാം മാറുന്നതാണ്. പക്ഷെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഈ മാറുന്ന വസ്തുക്കളെ ട്രേസ് ചെയ്യുന്നതാണ്. ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്കാണ്. ഇന്ദ്രിയങ്ങൾക്കാകെ രസം അറിയാം, ഗന്ധം അറിയാം, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കാഴ്ച, നല്ല രൂപങ്ങൾ കണ്ടാൽ, നല്ല രൂപങ്ങൾ, ഭംഗിയുള്ള എന്തെങ്കിലും വസ്തുക്കളിൽ ആകർഷണപ്പെട്ടു പോയിട്ട് ആൾക്കാർ എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. അകത്തേക്ക് തിരിയാൻ, അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. നല്ലൊരു ഗുരു വേണം. ആ സ്വാധീനത്തിൽ മാത്രമേ ഇതെല്ലാം വരുള്ളൂ. എനിവേ, മേലായ മൂലമതിയാൽ ആവൃതം ജനനി നീ ലാസ്യമീടുമി കീലാലുവായു എന്നുള്ള കോലാഹലം. പഞ്ചഭൂതങ്ങൾ, കീലാലവായു എന്നുള്ള കോലാഹലം, വെള്ളം, വായു, തീയ്, ഇതെല്ലാം ഉണ്ടാക്കുന്ന, ഇതുകൊണ്ട് സമ്മിശ്രമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളുടെ ഒരു കോലാഹലം മാത്രമാണ് ലോകം. ആലാപമാത്രമഹിലം. ഇതെല്ലാം പക്ഷേ വ്യവഹാരത്തിലേ കാണൂ. അത് നമ്മൾ വളരെ വ്യക്തമായി ധരിച്ചു വയ്ക്കേണ്ടതാണ്. വ്യവഹാരത്തിൽ ഇതെങ്ങനെയാണ് കാണണേ? ഇപ്പം ഞാൻ ആദ്യം മൈക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഒരു കസേര പൊട്ടിച്ചു നോക്കാം, നമ്മൾ കാണുന്നുണ്ട്. പൊട്ടിച്ച് അവിടം വരെ എത്തും, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തന്മാത്ര എത്തും, ഇല്ലേ? കുറച്ചും കൂടെ കഴിഞ്ഞാലോ അത് ആറ്റങ്ങളിലേക്കായി, ആറ്റങ്ങളുടെ സബ് പാർട്ടിക്കിൾസ്, പോസിബിലിറ്റികൾ മാത്രമാണ്, സാധ്യതകൾ. യഥാർത്ഥവുമായി ബന്ധമില്ലാത്ത ഒരു, ഈ വ്യവഹാരത്തിൽ മാത്രം കാണുകയും സൂക്ഷ്മമായ അനാലിസിസ്, സൂക്ഷ്മമായ പഠനത്തിൽ ഇല്ലാതാവുകയും ചെയ്യുന്ന വസ്തുവാണ് ശരിക്കും നമ്മൾ പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചം.
അതെങ്ങനെയാണ് ഈ മായ വീണ്ടും നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നതെന്ന് പറയാണ്. കാലാദിയായ മൃദുനൂലാല നെയ്യുമെരു നീലാപടം ഭവതിമെയ് മേലാക മൂടും അതിനാൽ ആരുമുള്ളതറിവിയിലാകമാന്ത നിലയേ. കാലം, കാലം, ദേശം, നിമിത്തം തുടങ്ങിയെല്ലാം മായയുടെ 2-3 ഘടകങ്ങളാണ്. കാലം നമുക്കൊന്ന് നോക്കാം. ഈ കാലം എന്ന് പറഞ്ഞ സാധനം എന്താ? സമയം. എന്താണ് ഈ സമയം? കാലോഹി നാമ ഭഗവാൻ അനാധിനിതനോ യഥോപചിത കർമാനുസാരി എന്ന് വൃദ്ധവാഗ്ഭടൻ. കാലം എന്നാ തുടങ്ങിയത്? എന്തെങ്കിലും തുടങ്ങി? അനാദിനിധനോ എന്താ തുടങ്ങിയത് അറിയാൻ പാടില്ലെന്നാ പറഞ്ഞേ. എന്നാ പിന്നെ നമ്മൾ ഈ കാലത്ത് വെച്ച് എന്ത് പണിയാ ചെയ്യണേ? കാലം നമുക്ക് മനസ്സിലാകുന്നത് ആരോ വെളിച്ചമുള്ളപ്പോൾ പറഞ്ഞു ഇത് പകലാന്ന്, അല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുട്ടായി. വെളിച്ചമില്ലാത്തവന് നമ്മൾ എന്ത് പേരിട്ടു? രാത്രി. അത് കൊള്ളാം. അപ്പോൾ കാലത്തിനൊരു വിഭജനമായി. കാലത്ത് 2ആയി വിഭജിച്ചു. നമ്മളുടെ ആൾക്കാർ അതിൻ്റെ നാഴിക, വിനാഴിക, പിന്നെ അങ്ങനെ തത്രാക്ഷി നിവേശമൊന്നും മാത്ര സമഞ്ജസ കാഷ്ട അങ്ങനെ സമയത്ത് വിഭജിക്കും. സായിപ്പിന് അതിന് മണിക്കൂറാക്കി. കുഴപ്പമില്ല. അവിടെ ഇവിടെ നാഴിയായാലും അവിടെ മണിക്കൂറായാലും വല്ല കുഴപ്പമുണ്ടോ? സൂര്യൻ പിറ്റേ ദിവസം ഉദിച്ചു. അല്ല ഈ 2 ഘടകങ്ങൾ കൂടി തന്നെ ഒരു വെളിച്ചത്തിനും ഒരു ഇരുട്ടിനും കൂടെ കൂടി നമ്മുടെ ഒരു പേരിട്ട് ഒരു ദിവസം ആണോ? ഇതല്ലേ? അപ്പോൾ വേറെ ആരാണ്ട് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ പോയ ഒരു 10-30 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ വിവരിക്കാം. എന്താക്കി അതിൻ്റെ പേര്? മാസം. അതിനിടയ്ക്ക് 7 ദിവസം കൂടി ഇപ്പോൾ ആരാണ്ട് പറഞ്ഞ് അത്രയും ദീർഘം കൊണ്ടുകൊണ്ടാ കുറച്ച് താഴെയാക്കാം. ആഴ്ചയാക്കി. പിന്നെ തിഥി, അങ്ങനെ കുറേ സംഗതികൾ വേറെ. ഈ കാലം ഇവിടത്തെ പോലെയാണോ ഗൾഫിൽ? ഇവിടെ ഇപ്പോൾ സമയം രാത്രി 6 മണി, അല്ല വേണ്ട 8 മണി. ഞാനിങ്ങനെ ഓരോ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആൾക്കാർ ബാധിച്ചുകൊണ്ടിരിക്കും. കുവൈറ്റിൽ എത്രയായി? 4 മണി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വർത്തമാനം അവൻ്റെ ഭൂതകാലമാണ്. അല്ല, നമ്മുടെ ഭൂതകാലത്തിലാണ് പുള്ളി ജീവിക്കുന്നത്, ആണോ? അവിടെ 4 മണിയായി, നമ്മളിവിടെ വർത്തമാന കാലത്തിലാണ്. ജപ്പാൻകാരൻ എന്തായി? അവൻ നമ്മുടെ ഭാവി കാലത്തിലല്ല, അവന് സൂര്യൻ നേരത്തെ ഉദിച്ചില്ലേ. അപ്പോൾ ഇപ്പം അവൻ്റെ സമയം എത്രയായി കാണും? രാത്രി 10 മണിക്ക് അവൻ അത്താഴമൊക്കെ കഴിഞ്ഞ് കിടപ്പുണ്ടാവും. അവൻ വിചാരിക്കും ഇവിടെ ആരുടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കണമെന്ന് ഈ പാതിരാത്രിക്ക്. എന്ന് പറഞ്ഞാൽ ഒരേ ഭൂമിയിൽ താമസിക്കുന്ന നമുക്ക് വർത്തമാനകാലത്ത് നമ്മുടെ അയലോക്കക്കാരന് ഭൂതകാലവും മറ്റേ അയലോക്കക്കാരന് ശരിയാണോ? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണോ സംഭവം? ഒരു ഗ്രഹത്തിലാണ് നമ്മൾ അയലോക്കക്കാരല്ലേ. ഇവിടെ നിന്ന് 4 മണിക്കൂർ പോയാൽ നമുക്ക് കുവൈറ്റിലെത്താൻ പാടില്ലേ? 6 മണിക്കൂർ പോയാൽ ജപ്പാനിലെത്താം. അപ്പം അവൻ നമ്മുടെ ഭൂതകാലത്തിലും ഇങ്ങേ ചങ്ങാതി നമ്മുടെ വർത്തമാനകാലത്തിലും. അപ്പം ഈ കാലം എന്നാ? അത് തന്നെയാണ് മായ. കാലാദിയായ മൃദു നൂലാല നെയ്യും. ഇനി ദേശം. ഈ ദേശത്തിനൊരു കുഴപ്പമുണ്ട്. അല്ല, ഇനി കാലത്തിന് തന്നെ വേറൊരു കുഴപ്പമുണ്ട്. ഈ നമ്മളിവിടുന്ന് 200 പ്രകാശവർഷം അകലെയുള്ള ഒരു നക്ഷത്രത്തിലേക്ക് നോക്കുക. 200 പ്രകാശവർഷം അകലാണെന്നറിയാലോ. ഒരു സെക്കൻഡിൽ 1,86,300 മൈൽ പെർ സെക്കൻഡ് സഞ്ചരിക്കുന്ന പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. അത് കാലയളവല്ല. അപ്പോൾ 200 പ്രകാശവർഷം അകലെയുള്ള ഒരു സ്ഥലത്ത്, ഒരു നക്ഷത്രത്തിൽ പോയി നിന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ നമ്മൾ ജനിച്ചിട്ടുണ്ടാവില്ല. ഇനി ഒരു 200 കൊല്ലം കൂടെ കഴിയണം നമ്മൾ ജനിക്കണമെങ്കിൽ. അപ്പോൾ അതെന്ത് കാല? ആലോചിച്ച് നോക്കൂ, ഈ പറയുന്നത് ശരിയല്ലേ എന്ന്. 200 പ്രകാശവർഷം അകലെയാണ്. അവിടുന്ന് പ്രകാശം പുറപ്പെട്ടിട്ട് 200 കൊല്ലമായി കഴിയുമ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പം നമുക്ക് ഏതെങ്കിലും രീതിയിൽ അവിടെ പോയി നിൽക്കാൻ പറ്റുമെങ്കിൽ ഇവിടുത്തെ 200 വർഷം കുറവായിരിക്കില്ലേ? അപ്പം അതെന്ത് കാല? ഇനി ദേശം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നമ്മൾ കാണാതിരിക്കുന്നത് ഈ കാലം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ധരിപ്പിക്കുന്നതുകൊണ്ടാണ്. നമ്മളിവിടുന്ന് ഡൽഹി പോകുന്നു, 4 മണിക്കൂർ വേണം അല്ലേ? ഈ കാലം നമ്മളെ പറ്റിക്കാതിരുന്നു 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഡൽഹിയിലെത്താനുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു എങ്കിൽ, ട്രെയിനിൽ പോയാൽ 3 ദിവസം വേണം. ആ 1 സെക്കൻഡ് കൊണ്ട് അവിടെ എത്താനുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമയത്ത് നമുക്ക് 2 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ പാടില്ലായിരുന്നു. വാസ്തവല്ലേ?
കാലവും മായയാണ്. ഈ മായയാണ് ഈ കാണിക്കുക. എന്നും സൂര്യൻ ഒരേ സ്ഥലത്ത് തന്നെയാണോ ഉദിക്കണേ? അല്ലല്ലോ. കിഴക്കാണ് ഉദിക്കുന്നതെന്ന് നമ്മൾ പറയും. പക്ഷെ സെക്കൻഡിൽ 10-15 മൈൽ വേഗത്തിലോ വലിയ വേഗത്തിലൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയും സൂര്യനും സഞ്ചരിക്കില്ലേ? അപ്പം ഇന്ന് ഇവിടെയാണ് ഉദിച്ചെങ്കിൽ നാളെ സൂര്യൻ എവിടെയാണ് ഉദിക്കണേ? വേറെ എവിടെയോ. ഈ കാലത്തിനും ദേശത്തിനും അധീനെ ആ കാലദേശാദികൾ കൊണ്ടാണ് അങ്ങനെയുള്ള മൃദുനൂലാല നെയ്യും ഒരു ലീലാപടം ഭവതി മേലാകെ മൂടുന്നത് കൊണ്ട് യഥാർത്ഥ വസ്തുത ആരാന്നറിയാൻ പാടില്ല. കാലം ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. കാലോഹി നാമ ഭഗവാൻ, ഇത് തുടങ്ങിയതെന്നാന്ന് പറയാൻ പാടില്ല, അവസാനിക്കുന്നതെന്നൊന്നും പറയാൻ പാടില്ല. ഉള്ള വസ്തുത അതെന്തോ അതാർക്കും അറിവില്ല. അത് ബ്രഹ്മമാണ്, അചഞ്ചലമാണ്, ചലിക്കാത്തതാണ്, മാറ്റങ്ങളില്ലാത്തതാണ്. അതിനെ സാക്ഷാത്കരിക്കുക തന്നെ വേണം. അത് മനസ്സിലാക്കി തരാൻ ആഗമാന്ത നിലയെ എൻ്റെ അമ്മേ, അറിവിനും വേദാന്തത്തിനും അടിസ്ഥാനമായിരിക്കുന്ന വേദാന്തം യാതൊന്നിലാണോ നിലകൊള്ളുന്നത്, ആത്മജ്ഞാനം യാതൊന്നിലാണോ നിലകൊള്ളുന്നത്, ആ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അടുത്ത ശ്ലോകത്തേക്ക് കിടക്കട്ടെ. രണ്ടെണ്ണോടെ ഉള്ളൂ. നിർത്തണോ? നിർത്താൻ സ്ഥലമല്ലോ. രണ്ട് സ്ലോ. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഇത് അനുഭൂതിദായകമാണ്. അനുഭൂതിദായകം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ ഏതനുഭൂതിയിൽ ലയിച്ചിരുന്നു കൊണ്ടാണോ ഈ സംഗതി എഴുതിയത്, ആ അനുഭൂതി ഇത് കേൾക്കുമ്പോഴും അനുവാചകരിലും ഉണ്ടാകാം. പക്ഷെ പറയുന്നയാൾ അതേപോലെ അനുഭൂതി ജനിപ്പിക്കുന്ന അനുഭൂതി ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരാളായിരിക്കണം. പിന്നെ ഇത് കടുത്ത വേദാന്തമാണ്. കടുത്ത വേദാന്തം നമുക്ക് അത്ര പരിചയമില്ലാത്ത, അത്ര എന്താ പറയുക, ഞാൻ ഇപ്പം എന്തുകൊണ്ട് ഇതുപോലൊരു സദസ്സിൽ മാത്രമേ ഇത് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നും കൂടെ ഓർത്തേക്കണം. കാരണം ഇവിടെ ഇരിക്കുന്നത് വലിയൊരു ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ്. അവരെല്ലാവരും ജ്ഞാനാന്വേഷികളാണ്. ഒരു രീതിയിലല്ലെങ്കിൽ ഒരു രീതിയിൽ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗുരുകുലത്തിലെ ആളുകളാണ് നമ്മൾ. ആത്മജ്ഞാനമുണ്ടാക്കുന്ന, ആത്മജ്ഞാനത്തിൽ ലയിച്ചിരുന്ന് അതിൻ്റെ മറുകര കണ്ട ഒരു ഋഷീശ്വരൻ എഴുതിയ വലിയൊരു സൃഷ്ടിയാണിത്. ഇത് വായിക്കുന്നതോടെ, ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോടെ ഈ ആത്മജ്ഞാനത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന് വേഗതയുണ്ടാകും. അതിന് ഈ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യും. കാരണം അത്രമാത്രം അർത്ഥതലങ്ങൾ ഇതിനകത്തുണ്ട്. ആ അർത്ഥതലങ്ങൾ എല്ലാവർക്കും ബോധ്യമാകാനും, ഇത് ഈ സ്വന്തം അനുഭൂതിയിൽ നിന്ന് എന്തുകൊണ്ട് പറഞ്ഞു തരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ശ്ലോകം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ദിക്കാലാസ്തി അനവസ്ഥിൻ അനന്ത ചിന്മാത്രമൂർത്തയെ സ്വാനുഭൂത്യേകമാനായ നമഃ ശാന്തായ തേജസ്സേ. ദിക്കിനും കാരണത്തിനും ഒന്നും അധീനപ്പെടാത്ത അവിഛിന്നമായ ആ അനന്ത ചിന്മാത്രമൂർത്തയെ, അതിനെ സ്വാനുഭൂത്യേകമാനായ, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഹോരഹോരം സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് മാത്രമേ ഉള്ളൂ. സ്വാനുഭൂതി, സ്വാനുഭൂത്യേകമാനായ പറഞ്ഞത് ഭർതൃഹരിയാണ്. ഗുരുദേവൻ ഇത് വളരെ മനോഹരമായി പറഞ്ഞു. അനുഭവിയാതറിയിലഹണ്ഡമാം മൗനഖനാമൃതാബ്ദിയാമത്. അനുഭവിയാതറിവിയിൽ അഖണ്ഡമാം ചിത് മൗനഖനാമൃതാബ്ദിയാമത്. ഇതനുഭവിച്ച് തന്നെ അറിയണം. അപ്പോഴാണ് ഇതിൻ്റെ ആനന്ദം നമുക്ക് ഓരോരുത്തർക്കും വെളിയിൽ വരുള്ളൂ. ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും അത്തരം അനുഭവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.